بسم الله الرحمن الرحيم. We once had a teacher, the teacher of teachers. He changed the world for the better and made us better creatures. Oh Allah, we've shamed ourselves, we've strayed. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളായ സഹോദരിമാരെ, നിങ്ങളിൽ അധിക പേരും ഈ വർഷം ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായവരാണ്. കുറച്ചാളുകളൊക്കെ ഹാജിമാരുടെ കൂടെ സഹകാരികളായി വന്നിട്ടുണ്ടാവും. എന്നാൽ അവരും അടുത്ത വർഷങ്ങളിലൊക്കെ ഹജ്ജ് ഉദ്ദേശിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ്. ഇതിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഹജ്ജിന് പോകുന്നവരാണ് അധിക ആളുകളും ഉണ്ടാവുക. അപൂർവമായി സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴി പോകുന്നവരും ഉണ്ടാവും. നിങ്ങളെല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ലളിതമായ ഹജ്ജിൻ്റെയും ഉംറയുടെയും മദീന മുനവ്വറയിലെ സന്ദർശനത്തിൻ്റെയും ഒരു ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വളരെ വിശാലമായ അതിൻ്റെ മസാലകളുടെ ഉള്ളുകള്ളികളിലേക്കോ വളരെ ധാരാളമുള്ള അതിൻ്റെ സുന്നത്തുകളിലേക്കോ അറബിയിലുള്ള വലിയ വലിയ ദുആകളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. കാരണം അതൊന്നും സാധാരണക്കാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ളതല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അത് അസൗകര്യമാവുകയും ചെയ്യും. സാധാരണ എല്ലാവരും പറയാറുണ്ട്, ഹജ്ജിന് പോവുകയാണ്, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ ദ്വാരക്കണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അത്യാവശ്യമായ കാര്യങ്ങൾ അറിയേണ്ടത് തന്നെ. പക്ഷേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുക എന്നുള്ളത് അപ്രായോഗികമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അറിവും കഴിവും സാഹചര്യങ്ങളും അനുസരിച്ച് അല്ലാഹു തആല ഫർളാക്കിയ ഇബാദത്ത് പിഴവുകൾ ഇല്ലാതെ ചെയ്തു തിരിച്ചു പോരാനുള്ള ഒരു സൗകര്യമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏറ്റവും പ്രധാനമായി അതിൻ്റെ ആമുഖമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമതായി, ഹജ്ജ് ഒരു ഫർളായ അമലാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാൻ പറ്റിയതല്ലാതെ. പക്ഷെ അത് എല്ലാവർക്കും ഫർളല്ല.
അതിന് സാമ്പത്തികമായ സൗകര്യങ്ങളുള്ളവർ, അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ സൗകര്യങ്ങളുള്ളവർ, പിന്നെ അതിൻ്റെ ഒഫീഷ്യൽ ക്രമങ്ങൾ, നിയമാനുസൃതമായ സൗകര്യങ്ങൾ അത് വേണം. അതിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഈ വർഷം ആരെയും ഹജ്ജിന് അയക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ഈ വർഷം നമുക്ക് ഹജ്ജ് ഫർള അല്ലാതാവും. പിന്നെ അതിനുവേണ്ടി സമരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവരെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ബാൻ ചെയ്തു എന്ന് വരും, അല്ലേ? അങ്ങനെ സംഭവിച്ചൂടെ? അതായത് സൗദി ഗവൺമെൻറ് പറയുകയാണ് ഈ വർഷം ഇന്ത്യയിൽ നിന്ന് ഒരൊറ്റ ആൾ ഇങ്ങോട്ട് ഹജ്ജിനെ എടുക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഹജ്ജ് ഫർള അല്ലാതാവും, നമ്മളിവിടെ ഇരുന്നാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ അത് കാര്യം. അതായത് ആ സൗകര്യം ഉണ്ടായിരിക്കണം. പണം ഇല്ലാത്ത ആൾ പണം ഉണ്ടാക്കി ഹജ്ജിന് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നതുപോലെ തന്നെ. അപ്പോൾ അതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം ഏറെക്കുറെ പോകുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. നിയമാനുസൃതമായ സൗകര്യങ്ങൾ ആണ് ഹജ്ജ് കമ്മിറ്റി നറുക്കിട്ടിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കിട്ടിയവർക്ക് നിയമാനുസൃതമായ സൗകര്യമായി. പിന്നെ സാമ്പത്തിക കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സാധാരണ ഒരു ജീവിതം ഉണ്ടല്ലോ, നോർമൽ ജീവിതം, മാന്യമായ ഭക്ഷണം, വസ്ത്രം, താമസം, ഇത് ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാന ആവശ്യമാണ്. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് ഈ മാസം മുതൽ, ഇതിപ്പോൾ ഷഅബാനായി, ഷഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ്, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരാൻ അത്രയും സമയം മതി. അപ്പോൾ 5 മാസത്തേക്ക് നിങ്ങളെ പെരക്കാർക്ക് ആഹാരത്തിനുള്ള സൗകര്യം, അവർക്ക് പെരുന്നാളിനുള്ള വസ്ത്രങ്ങളും അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യൻ അതിൽ കൂടുതലായിട്ട് ഒരു ഹജ്ജിന് പോകാനുള്ള ക്യാഷ്, അത് ഭൂമിയാകട്ടെ, കെട്ടിടമാവട്ടെ, ക്വാർട്ടേഴ്സ് ആകട്ടെ, എന്താവട്ടെ, അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ ഹജ്ജ് ഫർളായിരിക്കും. അവൻ ഹജ്ജ് ചെയ്തിരിക്കണം. പക്ഷേ ഈ വർഷം എന്നല്ല, സൗകര്യമുള്ളപ്പോൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അവൻ ശ്രമിക്കണം. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഹജ്ജിന് പോകാനൊക്കെ പൂതിയുണ്ട് പക്ഷേ മോളെ കെട്ടിക്കാനുണ്ട് എന്ന് പറയും. അപ്പോൾ അതിനു വേണ്ടി ഇയാൾ 10 ലക്ഷം ഉറുപ്പ്യ ഒരുക്കി വെച്ചിട്ടാണ് ഇയാൾ ഹജ്ജിന് പോകാൻ നിർവാഹമല്ല എന്ന് പറയുന്നത്. അത് പറ്റില്ല. ഹജ്ജ് നിങ്ങൾക്ക് ഫർളാണ്. മകളെ കെട്ടിക്കാൻ വേണ്ടി 10 ലക്ഷം എന്നല്ല, ഒരു പൈസ പോലും നിങ്ങൾക്ക് ഫർളില്ല. മനസ്സിലാകുന്നുണ്ടോ? മകളെ കല്യാണം കഴിച്ചു കൊടുക്കാനേ 1/2 പവൻ പോലും കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ല. മഹർ അവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങേണ്ടതാണ്, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടതല്ല അത്. അപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ ഹജ്ജ് ഫർളാവും. അത് ചെയ്യാതെ, ഹജ്ജ് ഫർളായ ഒരാൾ അത് ചെയ്യാതെ മരിച്ചു പോയാൽ അവൻ്റെ സ്വത്തിൽ നിന്ന് ഹജ്ജിനുള്ള പൈസ നീക്കി വെച്ചിട്ട് ബാക്കി അവകാശികൾക്ക് അത് ഓഹരി ചെയ്യാൻ പറ്റുമെന്ന്. അത് നീക്കി വെക്കാതെ സ്വത്ത് ഓഹരി ചെയ്യുന്ന സമയത്ത് പുതിയാപ്പള വന്നുകാണ്ട് പറയും, എൻ്റെ ഭാര്യയ്ക്ക് 25 പവൻ തരാമെന്ന് പറഞ്ഞു, അത് കിട്ടണമെന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കില്ല. ഇതാദ്യം മാറ്റി വെക്കണം. കാരണം ഇത് അയാൾക്ക് ഫർളാണ്. മറ്റേത് ഫർളല്ല. കൊടുക്കാമെന്ന് പറഞ്ഞത് മരിച്ചതോടുകൂടി കൊടുക്കാമെന്നുള്ള വാഗ്ദാനം ക്യാൻസലായി പോവുകയും ചെയ്യും പിതാവ് മക്കളോട് പറയുന്നത്. ഇതൊക്കെ സാധാരണക്കാരായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ നാടൻ ചർച്ചകളിൽ ഇതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയങ്ങളായിട്ട് വരും. ഹജ്ജ് നിസാരായി പോവുകയും സ്വർണം കൊടുക്കലും പൈസ കൊടുക്കലും വലിയ ഗൗരവമുള്ള സംഭവമായിട്ട് മാറും. അതാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ ഹജ്ജ് ഫർളായി കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തുമായിട്ട് അത് ബന്ധപ്പെട്ടു പോയി. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു വർഷം കിട്ടിയെന്ന് വരും, ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരുന്നാൽ പിന്നെ അടുത്ത വർഷം ശ്രമിക്കുക, അപ്പോൾ കിട്ടിയില്ല അടുത്ത വർഷം ശ്രമിക്കുക. ഏതായാലും നമ്മുടെ ബാധ്യതയിൽ അത് വന്നുപോയി. ഇനി എപ്പോഴെങ്കിലും അടുത്ത സൗകര്യമാകുന്ന സമയത്ത് ഹജ്ജ് ചെയ്തിരിക്കണം. ശരി, ഇപ്പം നിങ്ങൾ ഏതായിരുന്നാലും ഇതൊക്കെ മറികടന്ന് ഹജ്ജിന് ഒരുങ്ങിയവരാണ്. ഹജ്ജിന് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ മാനസികമായി തന്നെ അതിനൊരുങ്ങി തയ്യാറാകണം. നിങ്ങളെങ്ങനെയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ ചെറിയ ഒരു ക്ഷണം ഉണ്ടായപ്പോഴേക്ക് ഇത്രയും നിങ്ങളെല്ലാവരും ഈ വലിയ ഹാളിൽ തിങ്ങി ഞെരുങ്ങി ഒരുമിച്ച് കൂടിയത്. അതിനുവേണ്ടിയുള്ള മാനസികമായ തയ്യാറെടുപ്പ് നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളിത് നിസ്സാരമായി കണ്ട് അതെന്ത് ക്ലാസ് എന്ന് വിചാരിച്ച് അവഗണിക്കുമായിരുന്നു. നിങ്ങൾ ഇത്രയും താല്പര്യത്തിലൂടെ വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് ഹജ്ജിൻ്റെ തയ്യാറായിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അപ്പം നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത്? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏതായിരുന്നാലും 3-4 മാസങ്ങൾ ഗ്യാപ്പുണ്ട്. ഈ 3-4 മാസം ഹജ്ജിന് വേണ്ടിയുള്ള നമ്മുടെ ആത്മീയമായ സംസ്കരണ പ്രക്രിയയുടെ സമയമാണ്. പ്രധാനമായി റമളാനാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഒരു ഹജ്ജ് അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ ആ ഹജ്ജ് മബ്റൂറാകണം. ഹദീസിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അൽ ഹജ്ജുൽ മബ്റൂറു
ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഹജ്ജിന് സ്വർഗം അല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല. അതായത് ഹജ്ജിന് അല്ലാഹു തആല കൊടുക്കുന്ന സ്വർഗ്ഗമാണ്. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂലോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിനെ എന്നല്ല, അൽ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായ ഹജ്ജിനാണത്. അപ്പോൾ ഹജ്ജ് ചെയ്ത എല്ലാ ആളുകളും ആ സ്വർഗം ലഭിക്കുന്നവരായിക്കൊള്ളണം എന്നില്ല. അവൻ്റെ ഫർള് വീടി എന്നവരും പക്ഷെ സ്വർഗം കിട്ടിക്കൊള്ളണമെന്നില്ല. സ്വർഗം കിട്ടണമെങ്കിൽ ഹജ്ജ് മബ്റൂർ ആകണം. മബ്റൂർ എന്ന് പറഞ്ഞാൽ കളങ്കരഹിതമാവുക എന്നാണ്. അതായത് പ്യൂർ ഹജ്ജ് എന്ന് പറയില്ലേ, ശുദ്ധമായ ഹജ്ജ്, ഒരു കളങ്കമില്ലാത്ത ഹജ്ജ്. അപ്പോൾ നമ്മൾ കളങ്കം വരാനുള്ള ഒരുപാട് ചാൻസ് ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിന് ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹജ്ജിന് പോകാൻ തയ്യാറായ നിങ്ങൾക്കുള്ള എല്ലാ മാനുഷികമായ ബന്ധങ്ങളെയും ശുദ്ധീകരിക്കണം. കാരണം സഹജമായ ചില പിഴവുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റും. പിണക്കങ്ങളുണ്ടാകാം, വഴക്കുകളുണ്ടാകാം. ചില ആളുകൾ പെട്ടെന്ന് പ്രകോപിതരാകുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വായിൽ നിന്ന് ദേഷ്യം പിടിച്ച് പറഞ്ഞു പോയിട്ടുണ്ടാകാം. ഓരോരുത്തർക്ക് വ്യത്യസ്തമായ സ്വഭാവങ്ങളാണല്ലോ, എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും തകരാറുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് വിലയിരുത്തേണ്ട ടൈമാണ്. അപ്പോൾ ആരോടെങ്കിലും അത്തരം എന്തെങ്കിലും വഴക്കുകളോ അല്ലെങ്കിൽ വെറുപ്പുകളോ ശത്രുതകളോ ഉണ്ടെങ്കിൽ അത് ബന്ധുക്കളാകാം, അയൽവാസികളാകാം, മുഅ്മിനീങ്ങളായ സുഹൃത്തുക്കളാകാം, നാട്ടിലുള്ള കൂട്ടുകാരാകാം, ആരുമാകാം. ആരോടായിരുന്നാലും ശരി, ഈ നിമിഷം മുതൽ നാം അവരുമായിട്ട് കാണാൻ തുടങ്ങണം, പൊരുത്തപ്പെടിക്കാൻ തുടങ്ങണം, പരസ്പര ഹൃദയം ശുദ്ധീകരിക്കണം. ഇനി പോകുന്നത് വരെ പുതിയ കളങ്കങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ പോകുന്ന സമയത്ത് നിങ്ങളുടെ സാമ്പത്തികമായ ബാധ്യതകളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. സാമ്പത്തിക ബാധ്യത ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കടങ്ങളുണ്ടാവും. ആ കടങ്ങൾ പ്രത്യേകമായൊരു അവധി നിശ്ചയിച്ചതാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത റബീഉൽ അവ്വലിൽ കൊടുക്കാനുള്ള കടമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹജ്ജിന് പോകുന്നതിനെ തടസ്സമല്ല. അതപ്പോൾ ആ സമയത്ത് അവധി നിശ്ചയിച്ചല്ല, നേരത്തെ അത് കൊടുത്താൽ മതി. അതല്ല, നിങ്ങൾ പെട്ടെന്ന് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുത്ത് വീട്ടുകയും വേണം. അത് കൊടുത്ത് വീട്ടിയിട്ടേ പിന്നെ ഹജ്ജിൻ്റെ കാശ് നീക്കി വെക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ചില കടങ്ങളുണ്ടാവും, നിങ്ങൾക്കറിയാം, അതിപ്പോൾ അവനത്ര വലിയ ധൃതിയുള്ളതൊന്നുമല്ല, എനിക്ക് ഹജ്ജിന് പോകുന്നതിന് അത് തടസ്സമല്ല. അത്രയും വലിയ ആത്മസുഹൃത്തും ബന്ധപ്പെട്ടവരൊക്കെ ആണെങ്കിൽ അവനോട് പറഞ്ഞാൽ മതി, ഞാനിങ്ങനെ ഹജ്ജിന് പോകുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പോയി വന്നിട്ട് എന്നാൽ പോരെ, അവൻ ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോകാം. അപ്പോൾ എല്ലാ കടങ്ങളും വീട്ടിൽ തീർക്കുക എന്നല്ല, അതിനെപ്പറ്റി ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നർത്ഥം. അത് പരിഹരിച്ചിരിക്കുക. പിന്നെ എന്തെങ്കിലും ബാധ്യതകൾ നിങ്ങൾ പറഞ്ഞു വെച്ചതോ മറ്റോ ഉണ്ടെങ്കിൽ അത് ബന്ധുക്കളെ, നിങ്ങളുടെ അവകാശികളായി വരുന്ന മക്കളെയോ ബന്ധുക്കളെയോ പറഞ്ഞ് ഏൽപ്പിച്ച് വസിയ്യത്ത് ചെയ്തിരിക്കണം. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ക്രമീകരണം ക്ലിയറാക്കിയിട്ട് ഹജ്ജിന് പോകാൻ കഴിയില്ല. കാരണം അത് ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കും, വരവും പോക്കുമാണ്. അപ്പോൾ അതിന് ഉത്തരവാദപ്പെട്ട ഒരാളെ ഏൽപ്പിച്ചാൽ മതി. മാനേജർമാരുണ്ടാവും, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടാവും. അതവരെ ആരാണോ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് പകരമെങ്കിൽ അവരെ അത് ക്ലിയറായിട്ട് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കലേ അക്കാര്യത്തിൽ പ്രായോഗികമാവുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഹജ്ജ് എന്ന ഈ കർമ്മം എന്തിനു ഞാനിത് ചെയ്യുന്നു, അല്ലാഹു തആല എനിക്കിതെന്തിന് ഫർളാക്കി തന്നു എന്നാണ്. അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിലേ ഇനിയുള്ള ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ ഉള്ളിൽ തട്ടി ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അതൊരു വെറൊരു ചടങ്ങായിട്ട് മാറും. കാരണം അധികം ആളുകൾക്കും ഇപ്പോൾ അതിൻ്റെ ശരിയായ ലക്ഷ്യം അല്ലാഹു തആല എന്തിനത് നിശ്ചയിച്ചു തന്നു എന്നും ഞാൻ എന്തിനു ചെയ്യുന്നു എന്നും ആലോചിച്ചിട്ടല്ല പലപ്പോഴും ഹജ്ജ് സംഭവിക്കുന്നത്. ഹജ്ജ് നമ്മുടെ തലയിൽ വന്ന് വീഴുകയാണ് പലപ്പോഴും. കാരണം മക്കൾ വിളിച്ചുകൊണ്ട് പറയും, ഉപ്പ ഹജ്ജിന് പോകണ കൊല്ലം. ഉപ്പ പറയും, ഞാൻ ഹജ്ജിന് പോകും, ഞാൻ കാശൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുങ്ങിക്കോളി എന്ന് പറയും. അപ്പോൾ ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇനി മക്കത്ത് വന്നാലും എത്രയേ ഉള്ളൂ, അത് കുട്ടികൾ വയസ്സയച്ച് തന്നോട് പോകുന്നേ ഉള്ളൂ. അതായത് മൂപ്പര തലയിൽ ഹജ്ജ് അത്രയായിട്ട് കയറിക്കോളണമെന്നൊന്നുമില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്നോട് തന്നെ ചില ആളുകൾ വന്നിട്ട് പറയാറുണ്ട്, ഉസ്താദൊക്കെ വല്ല ഹജ്ജിന് പോകണില്ലേ, ഞാനും പോരുന്നുണ്ട്. അല്ലെങ്കിൽ ഉമ്മാനെ പറഞ്ഞേക്കണം, എന്താ എന്നെക്കൊണ്ട് കാശൊക്കെ ഉണ്ട്, അതിന് ചില കയ്യിൽ നമുക്കറിയാമല്ലോ ചില ആളുകളുടെ സ്ഥിതി, കാശൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടായിട്ടല്ല, അതുപോലെ ഉമ്മാക്കൊരു മാനക്കേടാണ് എന്ന് പറയും. ചില ഉമ്മാരെ അങ്ങനെ വന്നിട്ട് പറയാറുണ്ട്, കൊല്ലം ഹജ്ജിന് പോരണ എന്തായിരുന്നാലും ഉസ്താദെ, എന്തേ കാശൊക്കെ ഉണ്ട്, കാശുണ്ടായിട്ടൊന്നുമല്ല, കുറച്ച് വിൽക്കാണ്ട്, അതൊക്കെ വിറ്റുകാണ്ടെങ്കിൽ എങ്ങനെയും പോകണം. പത് കാരണം നാത്തൂന് പോയി, ഇളച്ചു പോയി,
മൂത്തച്ഛി പോയി, 4 ആൾ കൂടുന്നിടത്തൊക്കെ അയാൾ ഹജ്ജിൻ്റെ വർത്താനേ ഉള്ളൂ, എനിക്കൊന്നും പറയാനില്ല, ഒന്ന് ഹജ്ജിന് പോയി വരാതെ ഇത് പറ്റൂലാന്ന്. അപ്പം ആ രീതിയിലുള്ള ഒരു ഹജ്ജാണ് പലപ്പോഴും ഇത് നടക്കുക. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മക്കയോ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളോ കഅബയോ ഹിജ്ർ ഇസ്മായിലോ മഖാം ഇബ്രാഹിമോ സംസമോ ഒന്നും അവർക്കൊരു ഉള്ളിൽ തട്ടുന്ന സംഭവങ്ങളാവുകയില്ല. അധികവും അത്തരം ഹജ്ജുകളാകുന്നത് കൊണ്ടാണ് ആ ഹജ്ജ് നമ്മിൽ ഒരു ചേഞ്ചും ഒരു പരിവർത്തനങ്ങളും ഉണ്ടാക്കാത്തത്. അപ്പം നമ്മിൽ ഹജ്ജ് കൊണ്ട് അല്ലാഹു തആല എന്തുദ്ദേശിച്ചു എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഒന്നാമതായി ഹജ്ജായാലും മറ്റ് ഇബാദത്തുകളായാലും അല്ലാഹു തആല ഇത് അടിമകൾക്ക് ഫർളാക്കുമ്പോൾ അള്ളാഹുവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അള്ളാഹു ആണല്ലോ ഇത് തീരുമാനിക്കുന്നത്. അല്ലാഹു തആല വെറുതെ ഒരു കാര്യം തീരുമാനിക്കില്ലല്ലോ. അപ്പം അതിനൊരു ഉദ്ദേശം വേണ്ടേ? ആ ഉദ്ദേശം എന്താണെന്ന് മഹാനായ ഹബീബുനൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ ഫുരിളത്തുസ് സ്വലാത്തു വ ഉശ്ഇറത്തിൽ ഹജ്ജു വൽ മനാസികു ലിഇഖാമത്തി ദിക്രില്ലാഹ്. ഹബീബായ റസൂലിൻ്റെ ആ ഒരൊറ്റ പ്രസ്താവന നമുക്ക് മതിയാവും. ഇന്നമാ ഫുരിളത്തുസ് സ്വലാഹ്, നിശ്ചയമായും ഹജ്ജ് ഫർളാക്കപ്പെട്ടത്, വ ഉശ്ഇറത്തിൽ നിസ്കാരം ഫർളാക്കപ്പെട്ടത്, വ ഉശ്ഇറത്തിൽ ഹജ്ജു വൽ മനാസിക്, ഹജ്ജും അതിൻ്റെ മനാസിക്കുകളും അതിൻ്റെ കർമാനുഷ്ഠാനങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു. എന്തിനാണ്? ലിഇഖാമത്തി ദിക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമയായ മനുഷ്യനിൽ സൃഷ്ടാവായ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത സ്ഥായിയായി ഹൃദയത്തിൽ നിലനിർത്താൻ വേണ്ടിയാകുന്നു. അപ്പം എന്താ മനസ്സിലാകുന്നത്? നിങ്ങൾ എപ്പോൾ ഹജ്ജിന് വേണ്ടി തയ്യാറായോ അതുമുതൽ ഇനി മരണം വരെ അള്ളാഹ് എന്നുള്ള ചിന്ത നിങ്ങളുടെ കൽബിൽ നിലനിൽക്കണം. അള്ളാഹ് എന്നുള്ള ചിന്ത ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അവൻ്റെ കർമ്മങ്ങൾ താനെ നന്നാകാൻ നിർബന്ധിതനാവും അവൻ. കാരണം അള്ളാഹിനെ പേടിയുള്ള ഓർമ്മിക്കുന്ന ഒരാൾ പിന്നെ അവൻ്റെ കർമ്മങ്ങൾ മോശമാവില്ലല്ലോ. അള്ളാഹ് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഇത് തെറ്റിപ്പോകുന്നതാണല്ലോ നമ്മുടെ എല്ലാ തിന്മകളുടെയും കാരണം, അല്ലേ? കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹിന് ഓർമ്മ ഉണ്ടാവും, പക്ഷെ പുറത്തു പോയ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പഴയ ജീവിത രീതിയിലേക്ക് മാറും. അതിന് പകരം ഇഖാമത്ത് ദിക്രില്ല, അള്ളാഹ് എന്നുള്ള ചിന്ത ഇഖാമത്താണ് നിലനിർത്തണത്, സ്ഥായിയായി കൽബിൽ വേണം. അപ്പോൾ അതിനുള്ള ഒരു ജീവിത പാഠമാണ് ഹജ്ജ്. അപ്പോൾ ഹജ്ജ് കൊണ്ട് എങ്ങനെ ഇത് സാധ്യമാവാൻ? നിങ്ങൾ ഹജ്ജിനെ പറ്റി ചരിത്രം പഠിച്ച് ഹജ്ജ് ചെയ്താൽ നിങ്ങളുടെ കൽബിൽ അത് വരുന്നയും. കാരണം അതിൻ്റെ പിന്നിൽ ഉജ്ജ്വലമായ ത്യാഗത്തിൻ്റെ കഥകളുണ്ട്. ഇൻഷാ അള്ളാഹ് അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ കുറച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവസാനം ഞാൻ ആ ഹജ്ജിൻ്റെ പാഠങ്ങൾ, ഉജ്ജ്വലമായ അതിൻ്റെ ചരിത്രസ്മരണകൾ നിങ്ങൾക്ക് അവിടെ ചെന്ന ഓരോന്ന് പെറുക്കിയെടുക്കാൻ കഴിയും. ഇതിന്നതാണ്, അതിൻ്റെ പിന്നിലുള്ള ചരിത്രം ഇതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സയ്യിദത്തുനാ ബീവി ഹാജർ റളിയല്ലാഹു തആല അൻഹയുടെ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ മഹാനായ ഹബീബുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ പാദപതനമേറ്റ മണ്ണാണത്. എണ്ണമറ്റ അമ്പിയാക്കന്മാർ വന്ന് തവാഫ് ചെയ്ത സ്ഥലം, ലക്ഷോപലക്ഷം മലക്കുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം, ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ കാൽപാദത്തിനടിയിൽ നിന്ന് വറ്റാത്ത നീറുറവ പൊട്ടിയൊഴുകിയ സ്ഥലം. നിങ്ങളുടെ ഹൃദയങ്ങൾ അത് പ്രകമ്പനം കൊള്ളിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതറിയണം, നിങ്ങൾക്ക് അതറിഞ്ഞിട്ട് പോകണം. എന്നിട്ട് നിങ്ങളൊരു തവാഫ് ചെയ്യുമ്പോൾ, അതറിഞ്ഞുകൊണ്ട് നിങ്ങളൊരു സഅയ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അത് സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അല്ലാഹനെ മറക്കാൻ കഴിയില്ല. അപ്പം നിങ്ങളുടെ ജീവിതം ടോട്ടലി നന്നാക്കാനാണ്, മാറ്റാനാണ് അല്ലാഹു തആല ഫർളാക്കി തന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൊത്തം നമ്മൾ മാറണം. അപ്പം ഹജ്ജ് ചെയ്ത ഒരാൾ ഹജ്ജ് ചെയ്ത് വന്നിട്ടും ഇന്നുള്ള അവസ്ഥയിലാകരുത് എന്നർത്ഥം. അതിന് പറ്റുന്ന ഒരു ഹജ്ജാണെങ്കിൽ ആ ഹജ്ജിൽ പിന്നെ കളങ്കണ്ടാവില്ല, അതിന് സ്വർഗം കിട്ടും. അല്ലാതെ നമ്മുടെ ക്യാഷ് ചെലവാക്കുന്നതിനോ നമ്മൾ കൊടുക്കുന്ന DDക്കും അനുസരിച്ചല്ല സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിക്കനുസരിച്ചാണ്. അപ്പോൾ ഹജ്ജിനെ കുറിച്ച് ഈ ധാരണ നമുക്ക് വേണം. എന്തിന് ഞാൻ ഹജ്ജിന് പോകുന്നു? അല്ലാഹു തആല എന്തിന് എനിക്കത് ഫർളാക്കി തന്നു? ഇത്രയും ത്യാഗപൂർണമായ ഇതൊരു സുഖമുള്ള അമലായിരിക്കൂല, ഉറപ്പാണ്. കുറച്ച് പ്രയാസങ്ങളുണ്ടാവും എന്ന് വെച്ച് നിങ്ങൾ പേടിക്കുന്ന അത്ര ഗൗരവമുള്ളതുമല്ല. കുറച്ച് പ്രയാസം അതിൻ്റെ കൂടപ്പറപ്പാണ് ഹജ്ജിൻ്റെ, ആണ് അത് ആവശ്യമാണ്. അല്ലാതിരുന്ന മനുഷ്യനെ ഓർമ്മ ഉണ്ടാകില്ല. അതുകൊണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ എന്തോ ഒരു ഭയാനക സംഗതിയാണ്, എന്നെക്കൊണ്ട് സാധിക്കില്ല, എന്തോ കഷ്ടപ്പാടുകളായിരിക്കും എന്നൊന്നും വിചാരിക്കണ്ട. കാരണം ആളുകൾ കുറച്ച് പ്രയാസം സഹിച്ചതിന് വരും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി ഈ ഹജ്ജ് തുടങ്ങുന്നത് 4000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം കഅബ ഷരീഫിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതിൻ്റെ ശേഷം അല്ലാഹു തആല പറഞ്ഞതാണ്. അന്ന് മക്കയിൽ ജനവാസമില്ല, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അള്ളാഹു പറഞ്ഞതാണ് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്,
വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലാ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅ്ദൂദാത്ത്. സദഖല്ലാഹ്. അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, നിർമ്മാണം പൂർത്തിയായല്ലോ, ഇനി ഈ വിശുദ്ധമായ ഭവനത്തെ ലക്ഷ്യമാക്കി ജനങ്ങളോട് വിളിച്ചു പറയണം. ഇത് ലക്ഷ്യമാക്കിയിട്ട് ഹജ്ജിന് വരാൻ വിളിച്ചു പറയണം. അദ്ദിൻ എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുന്ന പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി ചിന്തിച്ചു, പടച്ചവനെ ആരോട് വിളിച്ചു പറയാൻ, ഇവിടെ മനുഷ്യരില്ല. പിന്നെ മനുഷ്യരുള്ളത് ഈജിപ്തിലാണ്, ഫലസ്തീനിലാണ്, ഇന്ത്യയിലാണ്, ബാബിലോണിയയിലാണ്. അവരോടിപ്പോൾ മക്കയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ കേൾക്കൂലല്ലോ എന്ന് ഇബ്രാഹിം നബി സംശയിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിം നീ വിളിക്ക്, അത് നീ വിളിച്ചു പറഞ്ഞോളൂ. പറയാനല്ലേ ഏൽപ്പിച്ചുള്ളൂ, കേൾപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടില്ലല്ലോ, അതെൻ്റെ പണിയല്ലേ. നീ വിളിച്ചു പറഞ്ഞോളൂ. നീ വിളിച്ചു പറഞ്ഞാൽ യഅ്തൂക റിജാലാ, ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ചിലർ കാൽനടയായി, വഅലാ കുല്ലി ളാമിരിൻ യഅ്തീൻ, കിട്ടുന്ന വാഹനങ്ങൾ മുഴുവനും ഉപയോഗിച്ച്, ഒട്ടകപ്പുറത്തായിരിക്കാം, കുതിരപ്പുറത്തായിരിക്കാം, ഫ്ലൈറ്റിലായിരിക്കാം, ബസ്സിലായിരിക്കാം, കഴുതപ്പുറത്തായിരിക്കാം, എല്ലാ ഊടുപാതകളിലൂടെയും നാനാഭാഗത്തു നിന്ന് ആളുകൾ മക്കയിലേക്ക് ഒഴുകി വരുന്നത് നിനക്ക് കാണാം ഇബ്രാഹിം. അപ്പം എനിക്ക് മനസ്സിലാവും ഞാൻ വിളിച്ചത് കേട്ടിട്ടുണ്ട്. അല്ലാതെ അതിൻ്റെ ടെക്നിക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ലല്ലോ. മനസ്സിലാവും? ഇല്ല. വരുമ്പോൾ മനസ്സിലാവും ആളുകൾ ഇത് കേട്ടിട്ടാണല്ലോ വരുന്നത്, വരിക തന്നെ ചെയ്യും എന്ന്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് എന്ത് കഷ്ടപ്പാട് സഹിച്ചു ആൾ വരും എന്ന് തന്നെയാണ്. ഏത് ഊടുപാതകളിലൂടെയും ആളുകൾ വരുമെന്ന് തന്നെയാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ ഹജ്ജിന് അല്ലാഹുവിൻ്റെ തൗഫീഖുള്ള ആളുകൾ അവർ ഏത് അസൗകര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് മക്കയിൽ എത്തുക തന്നെ ചെയ്യും. അതിൻ്റെ പ്രയാസം കഷ്ടപ്പാടുകൾ അതിനുണ്ടാകും. പക്ഷെ ആ പ്രയാസങ്ങളാണ് ഹജ്ജിൻ്റെ ആത്മാവ്. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഹജ്ജുണ്ടല്ലോ, ഇതാ പഴയ ഹജ്ജിൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല. അത് പണ്ട് പോയ ആളുകൾക്ക് അറിയും. ഒരു 90കളിൽ അല്ലെങ്കിൽ 80കളിലൊക്കെ 85, 86 കാലഘട്ടങ്ങൾ നമ്മളൊക്കെ ഹജ്ജിന് പോയ ആ സമയം, ആ ആദ്യ കാലഘട്ടം, അന്നുണ്ടായിരുന്ന മക്കയെ അല്ല ഇന്ന്. അന്നുണ്ടായിരുന്ന മക്കയിലെ കെട്ടിടങ്ങൾ, അന്നുണ്ടായിരുന്ന മക്കയിലെ ജലസ്രോതസ്സുകൾ, വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങൾ, സംസമിൻ്റെ അടുത്ത് പോയിട്ട് നമുക്കത് കുടിക്കാനുണ്ടായിരുന്ന സൗകര്യം, തവാഫ് ചെയ്യുന്ന സ്ഥലത്തെ ചൂട്, പുറത്തുള്ള മണ്ണ്, ഇടവഴികൾ, കെട്ടിടങ്ങൾ, താഴെ നിലത്ത് ചെറിയ ഒരു പായ വിരിച്ചിട്ടാണെന്ന് കിടന്നിരുന്നത്, അതൊക്കെ മാറി. ഇന്ന് അത്യന്താധുനിക സൗകര്യങ്ങളാണ്. ലിഫ്റ്റുള്ള കെട്ടിടമാണ്. ബെഡാണ്, 6 ഇഞ്ച് കനമുള്ള ബെഡാണ്, ബ്ലാങ്കറ്റ്, തലയണ, ബൊഫെ ഫുഡ്, അല്ലേ, സ്റ്റാർ സൗകര്യത്തിലാണ് ഹജ്ജ്. മക്കയിൽ നിന്ന് ചെന്നാൽ നിങ്ങൾക്ക് മക്കയിലെ മണ്ണിൽ കാല് തട്ടാൻ ജബലിനൂർ പോകേണ്ടി വരും. മക്കത്തൊന്നും മണ്ണ് കാൽമേലാവില്ല, കാരണം ഒക്കെ മാർബിളാണ്. അതും ചൂട് തട്ടാത്ത മാർബിൾ. മത്താഫിൽ തവാഫ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഏത് പൊരിവയിലും തണുപ്പായിരിക്കും, അടിയിൽ നിന്ന് തണുപ്പ് കയറുന്ന മാർബിൾ. ഹറം മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നു. ആ ഹജ്ജിന് പഴയ ഹജ്ജിൻ്റെ ടേസ്റ്റ് എന്തായിരുന്നാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയല്ലേ. അപ്പോൾ പിന്നെ അല്ലാഹു തആല എന്ത് ചെയ്യും? അതിന് പകരം വേറെ എവിടെയെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടാകും. ഒന്നുകിൽ ഹജ്ജ് ക്യാമ്പിൽ, അല്ലെങ്കിൽ കരിപ്പൂർ എയർപോർട്ടിൽ എവിടെയെങ്കിലും ഒന്നും ഷീപ്പാക്കാതെ നിൽക്കില്ല. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ജിദ്ദ എയർപോർട്ടിൽ 1-2 ദിവസമൊക്കെ വട്ടം കറങ്ങി എന്നിട്ട് ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് ആളുകൾ പറയണം ആ ഹജ്ജൊക്കെ ബാത്തിലാക്കുമല്ലേ എന്ന് അല്ലാഹു തആല നോക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒന്നത് വരാതിരിക്കൂല. എത്ര സൗകര്യം നമ്മൾ വർദ്ധിപ്പിച്ചാലും അല്ലാഹു തആല എന്ത് ചെയ്യും? എവിടെയെങ്കിലും വെച്ചിട്ട് പിടിക്കും. അത് നമ്മൾ പറഞ്ഞിരുന്നു. പഴയ കാലത്ത് ഹജ്ജൊക്കെ ബോംബെയിൽ പോകണം, എന്നിട്ട് അവിടുന്ന് 8 ദിവസമൊക്കെയാണ് കപ്പലിൽ. ചിലപ്പോൾ കാറ്റും കോളുള്ള കാലമാണെങ്കിൽ അത് 12 ദിവസം. വല്ലാത്തൊരു ഹജ്ജായിരുന്നു. ഇപ്പോൾ വളരെ സുഖമല്ലേ, കരിപ്പൂരിൽ അങ്ങ് കയറിയാൽ 4.5 മണിക്കൂർ കൊണ്ട് ജിദ്ദയിലെത്തൂലേ. പറഞ്ഞത് കേട്ടതൊന്നും വളരെ സുഖമാണ്. എന്നിട്ട് ഇത് കേട്ടുകൊണ്ട് ആളുകൾ പരിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് 4.5 മണിക്കൂർ പോയിട്ട് 3 ദിവസമായാലും മക്കത്തെത്തൂല. എന്നിട്ട് ദേഷ്യം പിടിക്കും. എന്നിട്ട് പത്രങ്ങളിൽ വാർത്ത, ആകെ കുഴപ്പം, കലാപം. എന്തേ സൗകര്യങ്ങളില്ലാട്ടാ? ഈ ഹജ്ജിന് പോകുന്ന ആളുകൾ 4.5 മണിക്കൂറിനോട് എത്തിക്കണം എന്ന് അള്ളാഹ്ക്ക് അറിയാട്ടല്ലോ. അപ്പോൾ അത് മക്കത്ത് എന്നവർക്ക് നല്ല സുഖമായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇതൊന്ന് പിടികൂടണം. അപ്പോൾ കുറച്ച് പ്രയാസങ്ങൾ ഇതിൻ്റെ കൂടപ്പറപ്പാണ്. അതുണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ ഹജ്ജിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ ഹജ്ജിലേക്ക് കിടക്കാൻ പോവാണ്. പ്രധാനമായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്തിട്ട് ഒരുങ്ങുക. റമദാൻ അതിന് പറ്റിയ സന്ദർഭമാണ് തൗബക്കുള്ള. തൗബക്ക് 4 നിബന്ധനയാണുള്ളത്.
മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉത്ലുബ് മതാബൻ ബിന്നദാമത്തി മുഖ്ലിഅ വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി വലിഹാദിഹിൽ അർക്കാനി ഫർഅ വകമ്മില. സത്യവിശ്വാസിയായ സഹോദരാ, നീ അല്ലാഹുവിൻ്റെ തിരുഹളറത്തിലേക്കാണ് പോകുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലിൻ്റെ മദീന മുനവ്വറയിലേക്കാണ് പോകുന്നത്. കഅബ ഷരീഫ് കൺകുളിർക്കെ കാണാനാണ് പോകുന്നത്. ഒരു കളങ്കവുമില്ലാത്ത ശുദ്ധ ഹൃദയത്തോടെ ശുദ്ധ ശരീരത്തോടെ അള്ളാഹുവിങ്കിലേക്ക് ചെല്ലണം. അള്ളാഹുവിൻ്റെ വിളി കേട്ടുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅ്മത ലക വൽ മുൽക്ക് ലാ ശരീക ലക. അല്ലാഹുവേ, ഞാനിതാ വന്നു കഴിഞ്ഞു, ഞാനിതാ എത്തിക്കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഞാൻ പിന്നീട് വിശദീകരിച്ച് തരാം. അത് അടുത്തുമ്പോൾ തവാഫിൻ്റെ അടുത്തും ആ തെൽബിയത്ത് ചൊല്ലി അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു കളങ്കുണ്ടാകാത്ത വിധം ഈ റമളാനോടുകൂടി എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമായി അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് തൗബയാണ്. പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ അറിഞ്ഞ തെറ്റുകളുണ്ടാവും, പക്ഷെ അറിയാത്ത തെറ്റാണ് കൂടുതലുണ്ടാവുക. എന്തുകൊണ്ടെന്നാൽ പ്രത്യക്ഷമായിട്ട് ആളുകൾ തെറ്റ് എന്ന് പറയുന്ന വലിയ സംഗതിയൊന്നും ഇപ്പോൾ നമ്മളാരും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടല്ലോ, വലിയ കുറ്റമായിട്ട് കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു മദ്യപിക്കുക അല്ലെങ്കിൽ വ്യഭിചരിക്കുക, അതൊന്നും സാധാരണഗതിയിൽ പരസ്യമായിട്ട് ആരും ചെയ്യുന്നവരല്ല. പക്ഷേ അതിനേക്കാൾ ഗൗരവമുള്ള സ്വകാര്യ തെറ്റുകൾ എമ്പാടും നമ്മൾ ചെയ്യാറുണ്ട്. ചെറിയതാണ് എന്ന് നമ്മൾ ധരിക്കുന്നത് പലതും അള്ളാഹിൻ്റെ അടുക്കൽ വലുതായിരിക്കും. അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ തൽക്കാലത്തിലുണ്ടായ വ്യാമോഹങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ എല്ലാം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. ഉത്ലുബ് മതാബൻ ബിന്നദാമ. ഒന്നാമത്തേത്, ഇത്രയും ഉദാരനായ റബ്ബിനോട് എനിക്ക് ഈ സൗകര്യം ചെയ്തു തന്ന, ഈ സംവിധാനം തന്ന അള്ളാഹുവിനോട് ഞാനിത് ചെയ്തല്ലോ എന്നുള്ള ഖേദം, നദാമത്ത്, അതാണ് ഒന്നാമത്തത്. അപ്പം നല്ല ഖേദം ഉണ്ടായിരിക്കുക വന്നുപോയ തെറ്റിൽ. മുഖ്ലിഅ, രണ്ടാമത്തത് മുഖ്ലിഅൻ. ആ പാപങ്ങളെ ഈ നിമിഷം പറിച്ചറിഞ്ഞ് ഇനി അതുണ്ടാവില്ല, പാപത്തെ നിർത്തിക്കളഞ്ഞു. വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല, ഭാവിയിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് അള്ളാഹുവിനോട് ദൃഢമായിട്ട് നിശ്ചയിക്കണം. അതിന് പറ്റുന്ന സന്ദർഭം കണ്ടെത്തുക. ഏറ്റവും നല്ലത് പാതിരാ സമയമാണ്. ഒരു തഹജ്ജുദിൻ്റെ ടൈമിൽ എഴുന്നേൽക്കുക, ആരും ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് എങ്ങനെയും കരഞ്ഞ് പറയാം. പിന്നെ ഹയാവും ലജ്ജയൊന്നുമില്ലല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പഠിച്ചവനെ, എൻ്റെ കയ്യിൽ ഇങ്ങനെ പറ്റിപ്പോയിട്ടുണ്ട്, ഞാൻ നന്ദി കെട്ടവനാണ്, നീ എനിക്ക് പുറത്തു തരല്ലാതെ എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി തൗബ ചെയ്യലാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പറ്റിയ സന്ദർഭങ്ങളാണ് നമ്മൾ മുന്നിൽ വരാനിരിക്കുന്നത്. അത് ശരിക്ക് മുതലാക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ ഏതാണ്ട് അതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഹമീദ് സാഹിബ് പറഞ്ഞു. ഏതാണ്ട് അടുത്തായി കഴിഞ്ഞാൽ നിങ്ങൾ ആളുകളോടൊക്കെ, വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ യാത്ര പറയണം. യാത്ര അങ്ങോട്ട് പോയിട്ട് പറയാണ് അതിൻ്റെ മര്യാദ. നിങ്ങൾ വീട്ടിൽ വലിയൊരു പാർട്ടി ഉണ്ടാക്കണമെന്നൊന്നുമില്ല. അതൊരു ചെറിയ ലളിതമായ ചടങ്ങ് മതി. യാത്ര പുറപ്പെടുമ്പോൾ വേണമെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ കുറച്ച് നല്ല ആളുകളെ, സ്വാലിഹ്യങ്ങളൊക്കെ വിളിച്ചു വരുത്തി ഒന്ന് ദുആ ചെയ്ത് ഇറങ്ങാൻ മാത്രം ഒരു ചെറിയ പരിപാടി. അല്ലാതെ വലിയൊരു കല്യാണം നടത്തുന്നവർ ഹജ്ജിന് പോകണമെന്ന് പറഞ്ഞാൽ പാർട്ടി നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് വേണ്ടപ്പെട്ടവരോടൊക്കെ അങ്ങോട്ട് പോയി സന്ദർശിച്ച് അവരോട് ഈ വർഷം ഞാനിങ്ങനെ ഹജ്ജിന് ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണം എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ അത് യാത്ര പറച്ചിൽ. അത് തന്നെ ഒരു പ്രചരണം എന്നുള്ള നിലക്കല്ല, ഞാൻ യാത്ര ഹജ്ജിനൊന്നും എല്ലാവരും അറിയണം എന്നുള്ള നിലക്കല്ല, വേണ്ടപ്പെട്ട ആളുകളോട് മാത്രമേ അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ യാത്ര പറച്ചിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഹജ്ജിന് പോകാൻ അടുക്കുമ്പോൾ തുടങ്ങുക. പിന്നെ കൃത്യമായ ഡേറ്റൊന്നും ആരും ആദ്യം പറയണ്ട. ഇനി ഇവർ ഹജ്ജ് കമ്മിറ്റി അങ്ങനെ പറഞ്ഞാൽ പോലും, കാരണം എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ അങ്ങനെ പറഞ്ഞാൽ പോലും, കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒരു ഊഹങ്ങൾ മാത്രമാണ്. നമ്മൾ കൺഫേം ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം. ചിലപ്പോൾ ആ സമയത്ത് നടന്നുകൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്ന വരാം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റെന്തെങ്കിലും പ്രൊസീജിയർ കൊണ്ട് നടന്നില്ല എന്ന് വരാം. അപ്പോൾ നമുക്ക് ടെൻഷനാവും ആദ്യം അങ്ങനെ ഉറപ്പിച്ച് വെച്ചാൽ. അപ്പോൾ എന്ത് ചെയ്യുക, ഏറെക്കുറെ ഇൻഷാ അള്ളാ ഇന്ന ദിവസം പോകണമെന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്, മിക്കവാറും ഒന്ന് പോകും ഇൻഷാ അള്ളാ, അതിൻ്റെ കൂടെ ഉറപ്പിച്ച് പറയാം ധൈര്യം. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത്രേ സംഭവിക്കുന്ന. പിന്നെന്താ പറയുക, മറ്റേ ടെൻഷനാണ് ആളുകൾ. എത്ര ആളുകൾ വെറുതെ പ്രകോപിതരാവും. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഡേറ്റ് ഇവരേനാണ് പറയും, ആരെങ്കിലും പറഞ്ഞേ കേട്ടിട്ട്, എന്നിട്ട് ആ ദിവസം പോകുമെന്ന് പറയും. പിന്നെ അത് പോകാതാവുമ്പോൾ ആളുകളൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ ഇവർക്കാകെ ടെൻഷനായി. അപ്പോൾ പിന്നെ എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങും, അതങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ്, പിന്നെ ചീത്തോർച്ചയിൽ അവിടെ നിന്നാണ് തുടങ്ങലാണ്. അപ്പോൾ അതിന് ആദ്യമേ ആരും ഇത് ഉറപ്പിക്കണ്ട. ഏറെക്കുറെ
ഇന്ന ദിവസം പോകുന്നതാണ് ധാരണ, ഇൻഷാ അല്ലാ അന്ന് പോയേക്കും എന്നുള്ള രീതിയിലേ ആ കാര്യങ്ങൾ പറയാവൂ. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ നമ്മളുടെ ഒരുക്കങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. എപ്പോൾ വിളിച്ചാലും പോകാൻ പറ്റുന്ന രീതിയിൽ എല്ലാം സജ്ജീകരിച്ച് വെക്കണം. യാത്രയ്ക്ക് വേണ്ടി പഴയതുപോലെയല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരുക്കങ്ങൾക്ക് കൂടുതൽ ആവശ്യങ്ങളില്ല. കുറച്ച് ഡ്രസ്സുകളല്ലാതെ, നിത്യോപയോഗ വസ്തുക്കളല്ലാതെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒന്നും കാര്യമായിട്ട് ആവശ്യമില്ലല്ലോ. പഴയതുപോലെ അരി കൊണ്ടുപോകണ്ട, അവിൽ കൊണ്ടുപോകണ്ട, അച്ചാറ് കൊണ്ടുപോകേണ്ട, ആഹാര സാധനങ്ങളൊന്നും വേണ്ട, ഒന്നും ആവശ്യമില്ല. കാരണം എല്ലാം അവിടെ അവൈലബിളാണ്, ഇഷ്ടം പോലെ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള എന്ത് സാധനം അവിടെ കിട്ടുകയും. അപ്പോൾ അത്തരം ഒരുക്കങ്ങളെല്ലാം നമുക്ക് വേണ്ട. കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കണം. പിന്നെ അതിനുവേണ്ടി നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള തസ്ബീഹമാലകൾ, അതുപോലെ തന്നെ ഞങ്ങൾ ഓതാനോ മറ്റോ ആയുമായി ചെല്ലുന്ന ഏടുകളുണ്ടെങ്കിൽ അത്, മരുന്ന്, രോഗം ഉള്ള ആളുകളുണ്ടെങ്കിൽ നേരത്തെ ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതി വാങ്ങി 1.5 മാസത്തേക്കുള്ള മരുന്ന് വാങ്ങി ആ ഡോക്ടറുടെ സ്ലിപ്പോട് കൂടെ നന്നായിട്ട് പാക്ക് ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. അതാണ് പ്രധാനപ്പെട്ട സംഗതി. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും കിട്ടുന്നതാണ്. നിത്യോപയോഗ സാധനങ്ങളെ പിന്നെ കരുതി വെക്കേണ്ടതുള്ളൂ. മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി നിത്യോപയോഗ സാധനങ്ങൾ കരുതുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ പിന്നെ അത് വായ്പാങ്ങാനും അല്ലെങ്കിൽ ചോദിക്കാനും നടക്കേണ്ടി വരും. ഇത്രേ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഹജ്ജിൽ ഒരുക്കങ്ങൾ ആവശ്യമുള്ളൂ. അതിൽ കവിഞ്ഞ് വലിയൊരു ഒരുക്കങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. അങ്ങനെ ഏറെക്കുറെ ഒരുക്കങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നിർദ്ദേശം തരും ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന ആളുകൾ, അവരുടെ ലീഡർമാർ നിങ്ങൾക്ക് നിർദ്ദേശം തരും, ഇന്ന ദിവസമാണ് നമ്മൾ പുറപ്പെടാനുള്ളത്. അപ്പോൾ കഴിയുന്നതും ആ പുറപ്പെടുന്ന ദിവസങ്ങൾ വ്യാഴാഴ്ചയോ ശനിയാഴ്ചയോ ആയി കിട്ടിയാൽ അത് വളരെ ഹൈറാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെടൽ സുന്നത്താക്കിയ ദിവസങ്ങൾ വ്യാഴാഴ്ചയും ശനിയാഴ്ചയായിരുന്നു റസൂലുള്ളാഹിൻ്റെ അധിക യാത്രകളും. എന്ന് വിചാരിച്ച മറ്റു ദിവസങ്ങൾ പുറപ്പെട്ടുകൂടാ എന്നല്ല. ഇപ്പോൾ നമ്മുടെ കൺട്രോളിലല്ല യാത്രകൾ എന്നതിനാൽ ചിലപ്പോൾ അത് വേറെ ദിവസങ്ങളായാൽ ഏത് ദിവസമായിരുന്നാലും അവർ പറഞ്ഞ ടൈമിൽ അവർ പറഞ്ഞ സമയത്ത് പുറപ്പെടുക എന്നതാണ് നമ്മളുടെ ബാധ്യത. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? മക്കയിലേക്ക്. എന്തിനാണ് പോകുന്നത്? ഹജ്ജിനാണ് പോകുന്നതെങ്കിലും നിങ്ങൾ ആദ്യം ഹജ്ജല്ല സാധാരണ ചെയ്യാറുള്ളത്. നേരത്തെ പോകുന്ന ആളുകൾ, അതായത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ദുൽഹിജ്ജ 7 മുതലാണല്ലോ. അപ്പോൾ ഒരു 5നോ 6നൊക്കെ മക്കത്ത് എത്തുന്ന ആളുകളാണെങ്കിൽ അവർ ഹജ്ജിനെ ഇഹ്റാം ചെയ്ത് പോയാൽ മതി. പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് 99% അങ്ങനെയല്ല നടക്കുക, വളരെ നേരത്തെ പോകും. അപ്പോൾ നമ്മൾക്ക് പിന്നെ ഹജ്ജിന് പോവുക എന്ന് പറച്ചിലുണ്ടെങ്കിലും നമ്മളിപ്പോൾ തൽക്കാലം പോകുന്നത് ഉംറയ്ക്കാണ്. ഹജ്ജ് അവിടെ ചെന്നിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഉംറയ്ക്ക് വേണ്ടി തയ്യാറായിട്ടാണ് പുറപ്പെടുന്നത്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടുന്ന ടൈമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാവുന്ന വിധം ആ ദിവസം നിങ്ങൾ മറ്റെല്ലാ എൻഗേജ്മെൻറ്റും ഒഴിവാക്കിയിട്ട് യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾക്ക് മാറ്റിവെക്കണം. അന്ന് വേറെ പരിപാടികളൊന്നും ഉണ്ടാക്കരുത്. കാരണം ഒന്ന്, ആ യാത്ര നിങ്ങൾക്ക് അസൗകര്യം സൃഷ്ടിക്കും, അസ്വസ്ഥത ഉണ്ടാക്കും, അനാവശ്യമായ ടെൻഷൻ ഉണ്ടാക്കും. പിന്നെ അത് നിങ്ങൾ സ്വയം പ്ലാൻ ചെയ്യുകയും വേണം. യാത്ര അത് ശരിക്കും ധാരണ വേണം. പ്രായമായ ആളുകൾക്ക് പിന്നെ വേറെ ആരെയും സഹായിച്ചു കൊടുക്കേണ്ടി വരും. ചെറുപ്പക്കാരും തൻ്റെ ഉള്ളവർക്ക് സ്വയം പ്ലാൻ ചെയ്യണം. ആളുകൾ പലതും അഭിപ്രായം വന്നാണ്ട് പറയും, നിങ്ങളോട് 8 മണിക്കാണ് ഫ്ലൈറ്റ്, രാത്രി 8 മണിക്കാണ്, അതുകൊണ്ട് വൈകുന്നേരം 4 മണിക്ക് എയർപോർട്ടിലെത്തണം നിങ്ങളോട് പറഞ്ഞാൽ, അത് പറയുന്ന ആളുകൾ, നിങ്ങളെ കൊണ്ടുപോകുന്ന ലീഡേഴ്സ് അല്ലെങ്കിൽ കമ്മിറ്റികൾ, അവർക്ക് നിങ്ങളോട് ആ സമയത്ത് വരാൻ പറഞ്ഞത് ആവശ്യങ്ങളുണ്ടാവും. കാരണം നിങ്ങളൊരു യാത്രയാണ്, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ചെയ്യാനുണ്ടാവും, നിങ്ങൾക്ക് ഡയറക്ഷൻ തരാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങളോട് 4 മണിക്ക് വരണമെന്ന് പറഞ്ഞത്. എങ്കിൽ ആ 4 മണിക്ക് 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കണം. അവിടെ ഹജ്ജിന് പോകാൻ രാവിലെ ഒരുങ്ങി തയ്യാറായി കുളിച്ച് വെക്കുമ്പോഴുണ്ടാവും ഒരാൾ അളിയാൻ വന്നങ്ങാണ്ട്, അല്ല എപ്പോഴാണ് പോണത്? 4 മണിക്ക് എയർപോർട്ടിലെത്താൻ പറഞ്ഞു. അതൊക്കെ ഓലങ്ങനെ പറയുന്നത്. ഇപ്പോൾ 8 മണിക്ക് ഫ്ലൈറ്റ് പറഞ്ഞാൽ 6 മണിക്കൊക്കെ എത്തിയാൽ പറയും, ഞങ്ങളൊക്കെ എത്ര ദുബായി പോണതാണ്. അതോടുകൂടി ഇയാൾ ലൂസായി. അത് മതിയില്ലേ? ശരി. പിന്നെ ഇവിടെ ഈ ആളുകൾ 4 മണിക്ക് ഇയാളെ കള്ളാസും കുന്തമായിട്ട് കാത്തുക്കുമ്പോൾ ആളെ കാണാണ്ടാവില്ല. ഫോൺ ചെയ്ത് നോക്കിയാൽ എപ്പോൾ വരാമെന്ന് പറയും. എന്നിട്ട് ഇയാളെ കൊണ്ട് ആളുകളും കുടുങ്ങി, കൊണ്ടുവന്നവരും കുടുങ്ങി, ഹജ്ജ് കമ്മിറ്റിയും കുടുങ്ങി, മുഴുവൻ ആളുകളും കഷ്ടപ്പെടും. ഒരു കാരണവശാലും അതുണ്ടായത് ഒരാളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. പറയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് മുടക്കുന്ന ഓൾക്ക് വന്നാണ്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം 100,000 അഭിപ്രായം പറയാം. ഏത് സംഗതിയിൽ അങ്ങനെ തന്നെയുള്ളൂ. നിങ്ങളൊരു തീരുമാനം എടുക്കുക. 4 മണിക്കാണോ? 4 മണിക്ക് എയർപോർട്ടിലെത്താൻ അതിൻ്റെ 15 മിനിറ്റ് മുമ്പ് എയർപോർട്ടിലെത്താൻ വാഹനം ഏർപ്പാട് ചെയ്തിരിക്കണം. അതിലുള്ള ആളുകൾ റെഡി ആയിരിക്കണം. അതൊക്കെ തയ്യാറാക്കാൻ എന്താ നമുക്ക് ബുദ്ധിമുട്ടുള്ളത്? എന്നിട്ട് വെറുതെ ഹജ്ജിലുണ്ടാകുന്ന എപ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ്. പറഞ്ഞ നേരത്തെ ആളുകൾ എത്തൂല. ഒരു കാര്യം ഉണ്ടായിട്ടല്ല. 3-4 മാസം ഈ പണിയൊക്കെ ചെയ്യാൻ, ആ പണിയൊക്കെ എപ്പോഴും ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും ചെയ്ത് ആ നേരത്തെ പിടിച്ചു കാണാൻ അവരത് പറഞ്ഞു ഇവരത് പറഞ്ഞു. അപ്പോഴേക്ക് അങ്ങോട്ട് പോയി, ഞാൻ താത്താട് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ വണ്ടി എടുത്താണ് താത്താടൊന്ന് പറഞ്ഞു വരട്ടാണ് അങ്ങോട്ട് പോകും. ഈ 3-4 മാസം ഉണ്ടായിട്ട് താത്താൻ്റെ ഓർമ്മയില്ലേ എന്നൊന്ന് പറയാൻ. അപ്പോൾ എന്താണ് ഈ വെറും അശ്രദ്ധ? ഇതുകൊണ്ട് ഉണ്ടാകുന്ന ദുരിതം എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിരിക്കണം. നിങ്ങളോട് ടൈം പറഞ്ഞാൽ ആ ടൈമിൽ എത്തണമെങ്കിൽ അതിനനുസരിച്ച് വീട്ടിൽ നിങ്ങൾ ഒരുങ്ങണം.
വൈകുന്നേരം വെച്ചാൽ ആ ദിവസം ഒരു എൻഗേജ്മെൻറ്റ് വേണ്ട, നിങ്ങൾ ഇതിന് ഒരുങ്ങൽ തന്നെ, വേറെ പണിയൊന്നുമില്ല. സാധനമൊക്കെ റെഡി ആക്കണം, രാവിലെ തന്നെ നോക്കണം, കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ റെഡി ആയിട്ടുണ്ടോ, എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടോ, എല്ലാം നോക്കുക. അതെല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ പുറപ്പെടേണ്ട ടൈമിൻ്റെ മുമ്പ് ആദ്യം കുളിച്ച് വൃത്തിയാകണം. നിങ്ങൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് പുറപ്പെടുന്നത്. നിങ്ങളുടെ വീട് ഇതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, ഒരു 50, 60, 100 കിലോമീറ്ററിനുള്ളിലൊക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ എയർപോർട്ടിൽ എത്താൻ നേരം കണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു 4-5 മണിക്കൂർ മുമ്പ് തന്നെ നിങ്ങൾ വീട്ടിൽ സജ്ജരായിരിക്കണം. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ സുന്നത്തായ അമൽ ആദ്യമേ തന്നെ ഒരു കുളിയാണ്. കുളിക്കണം. നിങ്ങൾ കുളിക്കുന്നത് നിയ്യത്തോടു കൂടി. ഏത് ഇബാദത്തും നിയ്യത്ത് കൊണ്ടേ അല്ലാഹു തആല സ്വീകരിക്കുള്ളൂ, നിയ്യത്തില്ലാതെ സ്വീകരിക്കില്ല. അപ്പോൾ കുളിക്കുക. കുളിക്കാനുള്ള നിയ്യത്ത് എന്താണ്? അവിടെ 2 നിയ്യത്തുണ്ട്. ഒന്നാമത് നിങ്ങൾ യാത്ര പോവാൻ, യാത്രക്ക് ഒരു കുളി സുന്നത്തുണ്ട്. അപ്പോൾ സഫറിൻ്റെ കുളി സുന്നത്താണ്. രണ്ടാമത്തേത് നിങ്ങൾ ഉംറ ചെയ്യാനാണ് പോകുന്നത്. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യണമെങ്കിൽ കുളിക്കണം. അത് എയർപോർട്ടിലെ ഹജ്ജ് ഹൗസിലോ വന്നിട്ട് കുളിക്കാൻ പറ്റൂല. അപ്പോൾ ആ കുളി നമ്മൾ നേരത്തെ കുളിക്കണം. ഇപ്പം 2 കാര്യമുണ്ട്. ഉംറയുടെ ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളിയും സഫറിൻ്റെ കുളിയും, ഇത് രണ്ടുമാണ് നിയ്യത്ത് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു കുളി കൊണ്ട് ഈ 2 സുന്നത്ത് കിട്ടും. അതിൻ്റെ ക്ലിയറായ രൂപത്തിൽ നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. കുളിയിൽ നിന്നാണ് തുടങ്ങുന്നത്. കുളിച്ച് ക്ലീനായി. ഏത് കാര്യത്തിനും അങ്ങനെയാണല്ലോ. കുളി വളരെ പ്രധാനപ്പെട്ടാണ് ഇസ്ലാമിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശാരീരികമായ ആ ശുദ്ധീകരണം നമുക്ക് ആത്മീയമായ ഒരു എഫക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് നിയ്യത്ത് നമ്മൾ വായ കൊണ്ട് പറയൽ സുന്നത്തായത്. എന്തുകൊണ്ടാണ്? നാവുകൊണ്ടുള്ള പറച്ചിൽ കൽബിൽ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. അല്ല, യഥാർത്ഥത്തിൽ വായ കൊണ്ട് പറയലല്ലോ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ, ഹൃദയത്തിലല്ലേ. പക്ഷെ എന്നാലും അത് നിയ്യത്ത് തൊള്ളോണ്ട് പറയണം. നിസ്കരിക്കുമ്പോൾ ഉസല്ലി ഫർള ളുഹുരി 4 റക്അഅത്ത് എന്ന് തൊള്ളോണ്ട് പറയുന്നത് ആ പറച്ചിൽ നിർബന്ധമായത് കൊണ്ടല്ല, അത് നമ്മളെ കൽബിൽ എഫക്റ്റ് ചെയ്യും. ഞാൻ ഈ പണിയാണ് ചെയ്യാൻ പോകുന്നത് എന്നതുപോലെ ആ കുളി നിങ്ങളിൽ ഒരു മാറ്റം വരുത്തും. ആത്മീയമായ മാനസികമായ ഒരു മാറ്റം വരുത്തും. ഇപ്പം നിങ്ങൾ കുളിച്ച് ഫ്രഷായി, എന്നിട്ട് നല്ല ഡ്രസ്സാണ് നിങ്ങൾ ധരിക്കുന്നത്. ഉണങ്ങിയ ഡ്രസ്സ്, അലക്കി ഉണക്കിയ ഡ്രസ്സ്, പുതിയതാകണമെന്നൊന്നുമല്ല കേട്ടോ, വൃത്തിയുള്ളതായാൽ മതി, അലക്കി തേച്ച ഡ്രസ്സായാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ ആകെ ചേഞ്ചായി. മൻ നളുഫ സൗബുഹു കല്ല ഹമ്മുഹു. ഒരാളുടെ ഡ്രസ്സ് വൃത്തിയായാൽ തന്നെ അവൻ്റെ മനപ്രയാസം നീങ്ങുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഡ്രസ്സ് മാറി. സ്ത്രീകളും, ഇത് പുരുഷന്മാർ സ്ത്രീകളൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. 2 കൂട്ടരും കുളിച്ച് ഡ്രസ്സ് മാറി. ഡ്രസ്സുകൾ സാധാരണ ഇടുന്ന ഡ്രസ്സ് തന്നെ, അത് ചേഞ്ച് ആക്കണം. ഇൻഷാ അല്ലാഹ് എയർപോർട്ടിൽ വന്നിട്ട് നമുക്ക് പിന്നെ പറയാം. തൽക്കാലങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് തന്നെ ഇട്ടോളൂ. നിങ്ങൾ ഒരുക്കി വെച്ച ഒരു 3-4 ജോഡി ഡ്രസ്സ് ഉണ്ടാവും. അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നിങ്ങൾ അണിയുന്നു. ബാക്കിയൊക്കെ ബാഗിൽ സാധനങ്ങളൊക്കെ. ബാഗ് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മക്കയിൽ എത്തുന്നത് വരെ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ആ ബാഗിൽ വെക്കരുത്. ഒന്നാമത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ, അതായത് റെക്കോർഡുകൾ, അതതിൽ വെക്കരുത്. പിന്നെ ബ്രഷ് അതിൽ വെക്കരുത്, പേസ്റ്റ് അതിൽ വെക്കരുത്. അങ്ങനത്തെ നിത്യോപയോഗ സാധനം ഇത് വഴിയിൽ നിന്നൊക്കെ ആവശ്യമുള്ളതാണ്. കാരണം ലഗേജ് ഇവിടെ വരുന്നതോടുകൂടി ഇവരോട് വാങ്ങുകളായിരുന്നു ബാഗ്. അത് വാങ്ങിയ പിന്നെ മക്കത്തുനിന്നേ കിട്ടുള്ളൂ. ജിദ്ദ എയർപോർട്ടിലെത്തി ബസ്സിൽ കയറ്റി അവരോട് കൊണ്ടുപോവുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുക്കങ്ങൾക്ക് അതുണ്ട് ഇതുണ്ടെന്നും പറയാൻ നിൽക്കരുത്. അപ്പോൾ പുരുഷന്മാരെന്ത് ചെയ്യണം? ഉംറ ചെയ്യാനുള്ള 2 തുണി ഉണ്ടാവും. ആ തുണി പുറത്ത് വെക്കണം, ബാഗിൽ വെച്ച് പൂട്ടരുത് എന്നർത്ഥം. പിന്നെ ഇവിടെ വന്ന് ബാഗ് പോയതിൻ്റെ ശേഷം എയർപോർട്ടിലെത്തിയതിന് ശേഷം അല്ലാഹ് ഉംറയ്ക്ക് കയറാൻ ഞാൻ മാറ്റണം, എൻ്റെ തുണി ബാഗിലാണല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ വട്ടം കറങ്ങരുത്. അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു ജോഡി ഇഹ്റാം തുണി, ബ്രഷ്, പേസ്റ്റ്, തസ്ബീഹ് മാല, ഏടുകൾ, ഇങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങളൊക്കെ വേറെ ഒരു കീശയിലാക്കിയിട്ട് കയ്യിൽ പിടിക്കുക. നിങ്ങൾക്ക് മക്കയിലെത്തുന്നതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും ബാഗിൽ വെച്ച് നന്നായി പൂട്ടി ലോക്ക് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതൊക്കെ റെഡിയായി, കുളിച്ചു, ഡ്രസ്സും മാറി. ഇനി നിങ്ങൾ എന്താ ചെയ്യാനുള്ളത്? ഇനിയിപ്പോൾ ആഹാരമൊക്കെ കഴിക്കാനുണ്ടാവും, ഭക്ഷണം കഴിക്കാനുണ്ടാവും. അതൊക്കെ കഴിച്ച് തയ്യാറായി നിങ്ങൾ പുറത്തിറങ്ങാൻ പോവാണ്. വളരെ ലളിതമാണ് ആ ചടങ്ങുകളൊക്കെ. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഇടങ്ങേറും ബുദ്ധിമുട്ടൊന്നും അതിനില്ല. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഇതിപ്പോൾ ആർക്കാ അറിഞ്ഞുകൂടാത്തത്? സാധാരണ പോലെ 2 റക്അത്ത് സുന്നത്ത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂന 1-ാമത്തെ റക്അത്തും 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ടുള്ള 2 റക്അത്ത് സുന്നത്ത്. ആ സുന്നത്ത് യാത്രയുടെ സുന്നത്ത് നിസ്കാരമാണ്, സഫറിൻ്റെ സുന്നത്ത്. അത് നിസ്കരിച്ചിരുന്നുകൊണ്ട് അള്ളാഹുവിനോട് നന്നായിട്ട് ദ്വാരിക്കുക. നന്നായിട്ട് അത് ഈ ദ്വാകളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പുസ്തകം സൗജന്യമായിട്ട് തരുന്നുണ്ട്. ഇതൊരു ചെറിയ പുസ്തകമാണ്. അത്യാവശ്യം ദുആകളും ദിക്റുകളും ചെറിയൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടും. അത് പൈസ ഒന്നും വേണ്ട, ഞാൻ സൗജന്യമായിട്ട് എൻ്റെ ഭാഗങ്ങൾക്ക് തരികയാണ്. അത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് ആളുണ്ട്. ഹജ്ജിനൊന്നൊരു മാത്രം വാങ്ങിയാൽ മതി, എന്നാൽ പിന്നെ അത്യാവശ്യം തെയ്യും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇതിൽ നമ്പറുണ്ട്, വിളിച്ച് ബന്ധപ്പെട്ട പുസ്തകം അവിടെ ഉണ്ട്. ഞാൻ ഇത്ര തോന്നെ ആളുകൾ വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ദിക്റുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹജ്ജിൽ വായ കൊണ്ട് പറയൽ നിർബന്ധമായ ഒരു ദിക്റുമില്ല. അതാദ്യം മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ എനിക്കതറിയില്ല, ഇതറിയില്ല, അവിടെ ആ ചെല്ലണ്ടേ ഞാൻ ചെല്ലില്ല, ഇവിടെ ചെല്ലണ്ടേ ഞാൻ ചെല്ലില്ല
ഇനിയിപ്പോൾ എന്താണ് പഠിച്ചോൻ, എൻ്റെ ഹജ്ജ് എന്തായി, ഇവരൊക്കെ അത് ചെല്ലുന്ന എനിക്കൊന്നും ചെല്ലാൻ കിട്ടുന്നില്ലല്ലോ എന്നൊന്നും ബേജാറാകണ്ട. വായ കൊണ്ട് പറയൽ നിർബന്ധമായ ഒരു സംഗതിയും ഹജ്ജിലോ ഉംറയിലോ എവിടെയില്ല. അപ്പം നിങ്ങൾ തൊള്ള പൂട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹജ്ജും ഉംറ ചെയ്ത് പോരാൻ പറ്റും, സഹിയായിട്ടൊരു കുഴപ്പമില്ലാതെ തന്നെ. പക്ഷെ എന്താ വെച്ചാൽ ഈ ദിക്റുകൾ ഇതൊക്കെ വലിയ കൂലി കിട്ടുന്നതും പുണ്യമായതുകൊണ്ട് നിങ്ങൾക്ക് പുസ്തകം കയ്യിലുണ്ടാകും, നോക്കിയിട്ട് അങ്ങനെ ചെല്ലാം. പക്ഷേ ഈ ദ്വാരക്കണ നേരത്തൊന്നും അതിലുള്ള അറബിയിലുള്ള ദ്വാകളൊന്നും നിങ്ങൾക്ക് ചെല്ലാൻ പറ്റിക്കോളുന്നില്ല. അപ്പം എന്ത് ചെയ്യുക, പച്ച മലയാളത്തിൽ അള്ളാഹിനോട് ദ്വാരക്കാൻ അതിനിപ്പോൾ ബുദ്ധിമുട്ടില്ലല്ലോ. ദ്വാക്ക് ഹംദും സലാത്തും തൽക്കലുണ്ടായാൽ മതി. അത് അറബിയിൽ പറയാൻ അറിയാത്തൊരു മനുഷ്യനുണ്ടാവില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് പറയാൻ അറിയാത്തുണ്ടാവും. ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ മലയാളത്തിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അള്ളാഹുവിനോട് നന്നായിട്ട് ദ്വാരിക്കുക. ദ്വാരിക്കുമ്പോൾ നിങ്ങളുടെ യാത്ര ഹൈറായിരിക്കാനും അതിൽ ബുദ്ധിമുട്ടുകളില്ലാതിരിക്കാനും ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമാകാനും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിങ്ങൾ പോയതിന് ശേഷം അള്ളാഹുവിൻ്റെ കാവലേകാനും യാത്ര കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീഖിനും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതാണ് അപ്പോൾ ബന്ധപ്പെട്ടത്. ഇതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. പിന്നെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഹജ്ജിന് ഇറങ്ങുമ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും, ഉസ്താദുമാരാരെങ്കിലും ഉണ്ടാവും, ദ്വാരിപ്പിക്കും. അത് അതിൻ്റെ മര്യാദയാണ്. അവരോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. ആരെങ്കിലും ഒരാൾ ദ്വാരക്കും ഉസ്താദുമാരും ദ്വാരക്കാനുണ്ടാവും. അത് നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്തോളൂ. അത് നിങ്ങളുടെ സാഹചര്യവും ചുറ്റുപാടും അനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ട സംഗതികളാണ്. ആരൊക്കെ വിളിക്കണം, അയൽവാസികളോ അല്ലെങ്കിൽ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരൊക്കെ നിങ്ങൾ വിളിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഏതായിരുന്നാലും ഇനി നിങ്ങൾക്ക് യാത്ര പുറപ്പെടാന്നുള്ളൊരു പണിയുള്ളൂ. എല്ലാം തയ്യാറാണ്. ഇതൊന്നും ഒരു ടെൻഷനാകേണ്ട വെപ്രാളപ്പെടേണ്ട സംഗതിയൊന്നും ഇതിലില്ല കേട്ടോ. കൂളായിട്ട് ചെയ്യാവുന്ന സംഗതിയാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വാഹനത്തിൽ കയറി എയർപോർട്ടിലെത്തുന്നു. ഏത് വാഹനത്തിൽ കയറുമ്പോഴും, ഹജ്ജിന് പോകുമ്പോഴെന്ന് മാത്രമല്ല, ഏത് വാഹനത്തിൽ കയറുമ്പോഴും ചെല്ലേണ്ട ദിക്റുകളുണ്ട്. അത് നമ്മൾ പഠിച്ചു വെക്കന്നെ വേണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് ഏത് സഫറിൽ ഇപ്പോൾ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് വണ്ടി കയറുമ്പോൾ ഇത് പറയണം. പിന്നെ വാഹനങ്ങളിൽ 2 സൂറത്തുകൾ ഓതൽ സുന്നത്തുണ്ട്. ഒന്ന് ഇന്നാ അൻസൽനാഹു സൂറത്തും പിന്നെ ലിഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹലത്ത് ശിതാഇ വസ്സൈഫ് എന്നുള്ള സൂറത്തും. 2 ചെറുതാണ്, എല്ലാവർക്കും അറിയാം. അത് നിങ്ങൾ ഓതിയാൽ സുരക്ഷിതമായിട്ട് ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളൊക്കെ കാവലിന് വേണ്ടിയിട്ട് ആ സൂറത്തുകൾ ഓതാം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ യാത്രകളിലോ മറ്റോ ഒന്നും നമ്മളെ കയ്യിൽ നിന്ന് ഒരു ദുഷിച്ച വാക്കോ പെരുമാറ്റോ ഒന്നും ഉണ്ടാകരുത്. അത് വളരെ ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ട് ആകെ ചിന്തിക്കേണ്ടതാണ്. അതാണെച്ചെങ്കിൽ ഹജ്ജിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ്. കാരണം വണ്ടി എടുത്ത് കണ്ട് റോട്ടുമേട് കയറുമ്പോഴേക്കാരം ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നാണ് മുന്നിൽ കുടുങ്ങൽ. അപ്പോൾ ഹജ്ജനാണ് ആചാര്യ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും, പുറകിൽ എല്ലാവരും ഉണ്ടാവും. വണ്ടി അവിടെ കുടുങ്ങി. അപ്പോൾ തന്നെയാണ് ഇയാൾ ഏത് ഹംക്കാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ മച്ചാൽ ഹജ്ജനോടടുത്ത് ഒരു ഓട്ടോറിക്ഷ കൊടുത്ത് തുടങ്ങുക. ഈറാണ്ട് കടിച്ചാൽ പിന്നെ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ ഹജ്ജിനേക്കാൾ ബുദ്ധിമുട്ടുള്ള പണി ഇതല്ലേ? ഹജ്ജിന് ഇത്ര ഇടങ്ങേറുണ്ടാവില്ല. ഇതൊന്ന് കൺട്രോൾ ചെയ്ത് കിട്ടാൻ, ഈ വെപ്പാനൊന്ന് നിയന്ത്രിച്ച് കിട്ടാൻ അത്ര എളുപ്പമല്ല. ഇത് എല്ലാ സ്ഥലത്തും ഒരു കുത്തിവെപ്പിന് പോയി നോക്കേണ്ടിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. പൊരി വെയിലത്ത്, ഇപ്പോൾ വേനൽക്കാലത്താണ് കുത്തിവെപ്പൊക്കെ കയറുക. പൊരി വെയിലത്ത് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ, ഇങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ എല്ലാവരും ക്യൂ കുമ്പോണ്ടാവും. ഒരു കാക്ക തൾമാടിക്കാണ്ട് വന്നിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. എനിക്കൊന്ന് കുത്തിച്ചേരണം, എനിക്കൊന്ന് കുത്തിച്ച് ആ ലൈനിലൊന്നോളി. ലൈനിൽ കാണുന്നു പിന്നെ കൊണ്ടാവില്ല, ഞാൻ അജ്ജനോം വന്നാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ബാക്കിയുള്ളവരെ ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ ഓൽക്ക് ദേഷ്യം പിടിച്ച്, ഏത് കാക്ക നിങ്ങൾ എന്താ അജ്ജനോട് ഇങ്ങോട്ട് മാറിക്കുക, ഒക്കെ അജ്ജനോകാൻ വന്നോലാണ് ഇപ്പോൾ അതേ. ഇതൊക്കെ കണ്ണുകൊണ്ട് കാണുന്ന സംഭവങ്ങളാണ്. പെട്ടെന്ന് പ്രകോപിതനാകുക, വായിലൊന്ന് വിളിച്ചു പറയാം. ഇത് നമ്മളുടെ, പ്രത്യേകിച്ച് നമ്മൾ കേരളീയരുടെ ഒരു സ്വഭാവമാണ്. ഈ സ്വഭാവം ഇന്ന് മുതൽ നമ്മൾ മാറ്റണം. എന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ പെരക്കാർ പറയണം, ഇപ്പം അജ്ജനോകം ഒരുങ്ങിയ ശേഷം പാകം നന്നായിക്കണം കേട്ടോ. ആ ഒരു ചേഞ്ച് ഇപ്പം തന്നെ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളെ ഹജ്ജ് മുഴുവനും തകരാറാകാൻ നമ്മളെ നാവേൻ എമ്പാടും മതിയാവും. അപ്പോൾ കൺട്രോൾ ചെയ്യുക, പരമാവധി കൺട്രോൾ ചെയ്യുക. നല്ല കാര്യങ്ങൾ സംസാരിച്ചോളൂ, തീരെ മുണ്ടാതെക്കണമെന്നും പറയില്ല. നല്ല കാര്യങ്ങൾ, വിഷയങ്ങൾ പറയാ എന്നല്ലാതെ അല്ലെങ്കിൽ ദിക്റില്ല. ഒരു തസ്ബീഹ് മാല കയ്യിൽ നോട്ടെ, എന്നാൽ എന്തെങ്കിലുമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കയ്യിലുണ്ടാവുമ്പോഴേ, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യൂല. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ദിക്റില്ല. അല്ലാതെ ഈ പ്രകോപിതരാകുക, ചീത്ത പറയുക, ദേഷ്യം പിടിക്കുക, ഇതൊന്നും ഉണ്ടാകരുത്. കാരണം അതൊക്കെ നമ്മളുടെ ആ യാത്രയെ കളങ്കപ്പെടുത്തുന്ന സംഗതികളാണ്. നിങ്ങൾ വിമാനത്താവളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ള അമലുകൾ തുടങ്ങാണ്. ഞാൻ ആ അമലിൻ്റെ ഷർത്തുകളും ഫർളുകളും എണ്ണി പറയുന്നില്ല, നിങ്ങൾ ഓർമ്മയിൽ നിൽക്കൂല. മദ്രസയിലൊക്കെ ഒരുപാട് ഷർത്തും ഫർളും നമ്മൾ പഠിച്ച എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? അപ്പോൾ അത് ആ രീതിയിൽ പറഞ്ഞതുകൊണ്ട് കാര്യമല്ല. ഞാൻ ഈ വിഷയം എങ്ങനെയാണ് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഹജ്ജ് ഉംറ ചെയ്തുകൊണ്ട് പോരേണ്ടത്. അത്രേ അത് ആവശ്യമുള്ളൂ. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഉംറയ്ക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എയർപോർട്ടിലെത്തി,
എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇവരെ ഹജ്ജോ ഹൗസിലോ അല്ലെങ്കിൽ അവിടെ സൗകര്യമുള്ള സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഡയറക്ഷൻ തന്നുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇഹ്റാം ചെയ്യലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മക്കയിലേക്ക് ഏതൊരു മനുഷ്യൻ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ച് പോകുന്നുണ്ടെങ്കിൽ ഇഹ്റാം ചെയ്യാതെ അങ്ങോട്ട് കടക്കാൻ പാടില്ല. അതിനൊരു അതിർത്തി ഉണ്ട്, ഒരു നിശ്ചിത സ്ഥാനമുണ്ട്. ആ അതിർത്തിയാണ്ട് വിട്ട് കിടക്കരുത്. അതിർത്തി വരെ നിങ്ങൾക്ക് പോകാം. ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് യമനിൽ ഉള്ള പഴയ യമനിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലം യലംലം, പക്ഷേ ഇപ്പോൾ അത് യമനിലല്ല, ഇപ്പോൾ സൗദി അറേബ്യയിലെ സൗദിയ എന്ന് പറയുന്ന സ്ഥലമാണ്. അതിർത്തിയൊക്കെ മാറിപ്പോയി, പഴയ കാലത്തിൻ്റെ വരുന്നതാണ്. ആ സ്ഥലം അത് മക്കത്തുനിന്ന് ഇങ്ങോട്ട് ഏതാണ്ട് ഒരു 100 ചില്ലാന കിലോമീറ്റർ പുറത്താണ്, ഒരുപാട് കിലോമീറ്റർ പുറത്താണ് ഈ സൗദിയ എന്ന് പറയുന്ന സ്ഥലം. അതാണ് ബോർഡർ. അതുവരെ നിങ്ങൾക്ക് എങ്ങനെയും പോകാം. അവിടുന്ന് അങ്ങോട്ട് കടക്കണോ ഇഹ്റാം ചെയ്തിരിക്കണം. ഒന്നുകിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യണം, അല്ലെങ്കിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യണം. അല്ലാതെ നിങ്ങൾ കടന്നാൽ നിങ്ങൾ കുറ്റക്കാരാണ്, അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടി വരും ആ കുറ്റം ചെയ്തതിന്. രണ്ടാമത്തെ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യും വേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരോടും ഇവിടുന്ന് ഇഹ്റാമിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ വെച്ച് ചെയ്യുന്നത്. അതെന്താണ് ആളുകൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താ അതിൻ്റെ സംഭവം ഇതാണ്. ഇഹ്റാം ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, ഇഹ്റാം എന്നത് ഹജ്ജിനോ ഉംറക്കോ വേണ്ടിയുള്ള നിയ്യത്താണ്. നിസ്കാരത്തിന് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നില്ലേ, ആ സ്ഥാനത്താണ് ഉംറയുടെയും ഹജ്ജിൻ്റെയും ഇഹ്റാം. അപ്പം ഇഹ്റാമും യഥാർത്ഥത്തിൽ നിയ്യത്ത് തന്നെയാണ്. മറ്റുള്ളതൊക്കെ അതിൻ്റെ അനുബന്ധ കാര്യങ്ങളാണ്. വസ്ത്രം ധരിക്കലും മറ്റൊക്കെ അനുബന്ധ കാര്യങ്ങളാണ്. നിയ്യത്താണ് ശരിക്കുള്ള ഇഹ്റാം എന്ന് പറയുന്നത്. പക്ഷേ നിയ്യത്തിന് ഇപ്പോൾ ടൈമായിട്ടില്ല. കാരണം അവിടെ ഫ്ലൈറ്റിൻ്റെ കാര്യമൊന്നും കൺഫേം ആയിട്ടുണ്ടാവില്ല, ഷെഡ്യൂൾ ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ബോർഡിംഗ് പാസ് തന്നിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ എന്താ ചെയ്യുക, തൽക്കാലം നിങ്ങളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരുങ്ങി നിൽക്കുകയാണ്. ഡ്രസ്സൊക്കെ മാറും. അപ്പോൾ ഡ്രസ്സ് മാറുക എന്ന് പറഞ്ഞാൽ രണ്ട് സംഗതിയാണുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ എയർപോർട്ടിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്ന തുണിക്കുപ്പായൊക്കെ അഴിച്ചിട്ട് ഒരു തുണി ഉടുക്കും, ഒരു തുണി ചുമലിങ്ങനെ പുതക്കുകയും ചെയ്യും. പുതച്ചാൽ മതി, അത് വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ വെറുതെ പുതക്കുക, തലയിലിടണ്ട, പുതച്ചാൽ മതി ചുമലിലൂടെ. ഇത്ര മാത്രമേ സംഭവമുള്ളൂ. അത് വളരെ ലളിതമാണ്, എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നീ എയർപോർട്ടിൽ വന്നാണ് നോക്കുമ്പോൾ ഒരാൾ ഈ കൂടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, ഒരാൾ മറ്റേ പിന്നിന്ന് കെട്ടി കൊടുക്കുന്നുണ്ടാവും, ഇഹ്റാം കെട്ടുകയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇടങ്ങാറായി കെട്ടുമൊന്നും വേണ്ട. അത് വെറുതെ ചുമലിലൂടെ ഇട്ടാൽ മതി. ഒരു തുണി ഉടുക്കുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ ചെന്ന് കർമ്മങ്ങൾ തീർന്ന് മുടി മുറിക്കുന്നത് വരെ ആ രണ്ട് ഡ്രസ്സേ ഉണ്ടാകാവൂ. അത് മാറ്റുന്നതിന് വിരോധമില്ല കേട്ടോ. മക്കത്തുനിന്ന് ഇത് നിങ്ങൾക്ക് തോന്നി ബാത്റൂം പോയപ്പോൾ മൂത്രമായി പോയാൽ ഇതിപ്പോൾ ഉസ്താദ് ഈ രണ്ട് തുണി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഹജ്ജ് ചെയ്യോളം ഇപ്പോൾ ഈ തുണിയാണ് എടുക്കട്ടെ നിൽക്കേണ്ട, അവിടെ പോയിട്ട് അതുപോലത്തെ വേറെ തുണി എടുത്താൽ മതി. അത് ചേഞ്ച് ചെയ്യുന്നതിനോ അലക്കുന്നതിനൊന്നും വിരോധമല്ല. അത് നിങ്ങളെ സൗകര്യം പോലെ ചെയ്തോളൂ. പക്ഷേ ഇതേ പറ്റുള്ളൂ എന്ന് മാത്രം. ഒരു തുണി ഉടുക്കാൻ, ഒരു തുണി പുതക്കാൻ, ഈ രണ്ട് സാധനം പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് അവർ ധരിച്ച് വീട്ടിൽ നിന്ന് പോകുന്നപ്പോഴുള്ള ആ ഡ്രസ്സേനെ മതി. കാരണം അവർക്ക് ചേഞ്ച് ചെയ്യാനില്ല. അതിന് പ്രത്യേക കുഴപ്പമൊന്നുമില്ലല്ലോ. പരിന്ന് നല്ല ഇത് ഇട്ടുകാണ്ട് പോകുന്നതല്ലേ, അത് മതി. അവർ മുങ്കയും മുഖവും മറക്കരുത് എന്ന് മാത്രം. മുഖവും കയ്യും മറക്കരുത്, ബാക്കിയുള്ളതൊക്കെ ഫുള്ളായിട്ട് മറക്കുന്ന ഡ്രസ്സ്. അപ്പം നിങ്ങൾ ഈ ഡ്രസ്സ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. നാട്ടിൽ നിന്ന് ഡ്രസ്സ് വാങ്ങുമ്പോൾ തന്നെ ഈ ഡ്രസ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. എനിക്ക് ഹജ്ജിന് പോകാനുള്ളതാണ്, ഇഹ്റാം ചെയ്യാനുള്ളതാണ്, യാത്ര ചെയ്യാനുള്ളത് എന്നുള്ള ബോധത്തോടു കൂടി വേണം ഡ്രസ്സ് എടുക്കാൻ. നിങ്ങൾ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകണ മാതിരി ഡ്രസ്സ് എടുക്കാൻ പോകണ്ട. അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടതെന്ന് പുരുഷന്മാർക്ക് നിങ്ങൾക്ക് 2 ജോഡി ഉണ്ടായാൽ മതിയാവും. ഉംറൻ്റെ വസ്ത്രേ ആണോ, അഥവാ ഇൻ കേസ് എന്തെങ്കിലും മൂത്രമോ നെഴ്സോൻ്റെ ആയാവൊന്ന് മാറ്റാൻ എപ്പോഴും ഇങ്ങനെ തോനെ മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഉണ്ടാവില്ല, അത് ആവശ്യം വരില്ല. ഒരു ജോഡി തന്നെ മതിയാവും. പക്ഷെ എന്നാലും ഒരു കാവലിന് ഒരു ഡ്രസ്സും കൂടി ഒന്ന് കയ്യിൽ വെച്ചോളും, അത്രയേ ഉള്ളൂ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4 ജോഡി അവർ നന്നായിട്ട് പർദ്ദ, അത് കയ്യ് നല്ലങ്ങനെ കുടുങ്ങണം ഇവിടെ. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഇനി എപ്പോഴും ഈ വസ്ത്രം തന്നെ ധരിക്കുക തവാഫിലും യാത്രയിലൊക്കെ. അപ്പോൾ ഈ കയ്യൊക്കെ ലൂസായ എന്താ പറയുക, ഇതിങ്ങനെ കയ്യ് പൊങ്ങുമ്പോൾ കീപ്പിട്ട് വന്നാൽ അവറത്ത് കാണും. ശരിക്കും മുങ്കയ്യല്ലാത്ത ഭാഗം അവറത്താണല്ലോ. തവാഫിലൊക്കെ അവറത്ത് മറക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. കയ്യ് കുടുങ്ങിയ കയ്യ് ശരിക്കും കൊടുക്കണം. ഒന്നുകിൽ സ്റ്റിക്കർ അല്ലെങ്കിൽ ബട്ടണ വെച്ചിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഷോക്സ് ഉണ്ടാകണം. ഒരു 4-5 ജോഡി ഷോക്സ് ഉണ്ടായിക്കോട്ടെ. മാത്രമല്ല അപ്പോൾ കുറച്ച് തണുപ്പാണ് അവിടെ. അപ്പോൾ ഈ കുറച്ച് കട്ടിയുള്ള ഷോക്സ് ഡിസംബറിലൊക്കെ ഉള്ളത് വരിക, അല്ലെങ്കിൽ നവംബറിലൊക്കെ അല്ലേ വരിക ഹജ്ജ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് തണുപ്പുണ്ടാവും, അത് ശ്രദ്ധിക്കുക. പിന്നെ പൈജാമ, ഒരു 2-3 ജോഡി പൈജാമ, കാലിൻ്റെ അടിയിൽ കുടുക്കുള്ള സൈസിൽ ആണ്. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇരിക്കും, എയർപോർട്ടിൽ ഇരിക്കും, അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, വഴിയിൽ നിന്ന് നിസ്കരിക്കേണ്ടി വരും. എപ്പോഴാണ് ടൈം ആകുമ്പോഴൊക്കെ നിസ്കരിക്കൂലേ,
അപ്പോൾ ആ സമയത്തൊക്കെ പിന്നെ നിസ്കാരക്കുപ്പായൊന്നും ഉണ്ടാവില്ല, ഇതന്നെ ഉണ്ടാവുക. അപ്പോൾ നല്ല ഒരു കാല് കുടുങ്ങിയ പൈജാമ്യം അതിൻ്റെ മുകളിൽ ഷോക്സ് ഇട്ടാൽ ഫുള്ളായിട്ട് മറിയത്. അപ്പോൾ അത് സ്ത്രീകൾ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നിങ്ങൾ അവിടുന്ന് എത്തിയിട്ട് മാറ്റങ്ങൾ സാധാരണ വസ്ത്രങ്ങളൊക്കെ മതി, ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആണുങ്ങൾക്കും അതുപോലെ 2-3 ജോഡി പോലെ സാധാരണ വസ്ത്രങ്ങൾ മതി. ഇത്രേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ എയർപോർട്ടിൽ വന്നിട്ട് പുരുഷന്മാർ ഡ്രസ്സ് മാറുന്നു, സ്ത്രീകൾ അവരുടെ അതേ ഡ്രസ്സിൽ തുടരുന്നു. ഇനി ചെയ്യാനുള്ളത്, നിങ്ങളെ വിമാനത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്ഷൻ തരും ഇഹ്റാമിന് വേണ്ടി ഒരുങ്ങാൻ. ഡ്രസ്സ് ഏതായാലും മാറ്റി തയ്യാറായി. ഇനി ഇഹ്റാമിന് വേണ്ടി ചെയ്യാനുള്ളത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും നിയ്യത്തും തൽബിയത്തും, ഈ 3 പണിയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? 2 റക്അത്ത് സുന്നത്ത് കയറിക്കുക. നേരത്തെ നമ്മൾ യാത്രൻ്റെ സുന്നത്ത് കയറിച്ചു, ഇപ്പോൾ ഇഹ്റാമിൻ്റെ സുന്നത്ത്, അതങ്ങനെ തന്നെ നിയ്യത്ത് ചെയ്യാം. ഉംറൻ്റെ ഇഹ്റാമിന് സുന്നത്തായ 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. നിസ്കാരം പഴയതുപോലെ തന്നെ, അത് എവിടുന്ന് നിസ്കരിക്കട്ടോ, ഇവിടെ നിസ്കരിക്കാം, എയർപോർട്ടിൽ നിസ്കരിക്കാം, ഒക്കെ നിസ്കരിക്കാം. പിന്നെ യാത്രക്കാണ്ട് തുടങ്ങിക്കഴിഞ്ഞാലേ ആ വസ്വാസക്കാണ്ട് പോകും. ഇപ്പം നിങ്ങളോട് ഇവിടെ നിസ്കരിക്കുക പറഞ്ഞാൽ ഇങ്ങനെ നോക്കും, എങ്ങനെ ഇപ്പോൾ നിസ്കരിക്കുക. യാത്രയിലാവുമ്പോൾ നിങ്ങൾ പറഞ്ഞോട്ട് നിസ്കരിക്കും, കാരണം വേറെ വഴി ഉണ്ടാവില്ല. ഇപ്പം നമ്മൾക്ക് ഇവിടെ നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, ആകെ അഴുക്ക് വൃത്തികേട് എന്നൊക്കെ തോന്നൂലേ. അപ്പോൾ പിന്നെ അതൊന്നും ഉണ്ടാവില്ല. യാത്ര അങ്ങനെയാണ്. ജുഇലത്തുൽ അനൽ അർളു കുല്ലുഹാ മസ്ജിദൻ വ തഹൂറ, ഭൂമി മുഴുവൻ നിങ്ങൾക്ക് മസ്ജിദാണ്, നിങ്ങൾക്ക് തഹൂറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തന്ന ഒരു സൗകര്യമാണ്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. എവിടെ നിസ്കരിക്കും, അത് എയർപോർട്ടിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും റോഡിലാണെങ്കിലും മണ്ണിലാണെങ്കിലും ഒക്കെ നിസ്കരിക്കും. നജസ്സില്ലാതിരുന്നാൽ മതി. മണ്ണ് നിസ്കാരത്തിന് തടസ്സമൊന്നുമല്ല, പൊടി നിസ്കാരത്തിന് തടസ്സമല്ല. അപ്പോൾ എവിടെയും നിസ്കരിക്കുകയായിരിക്കും നമ്മൾ ചെയ്യാം. അപ്പോൾ അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എവിടെയാണ് നിസ്കരിക്കാൻ പറയുന്നത് അവിടെയാണ് നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ നിയ്യത്ത് ചെയ്യലാണ്. അതിപ്പോൾ അധികവും നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഫ്ലൈറ്റിൽ ഇവിടുന്ന് നിയ്യത്ത് ചെയ്യാം, പക്ഷേ ഫ്ലൈറ്റിലാണ്ട് കയറി പുറപ്പെടുമ്പോഴാണ് നിയ്യത്ത് ചെയ്യാറുള്ളത്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, നിയ്യത്ത് ചെയ്താൽ ഉംറയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അല്ല നിങ്ങൾ ഡ്രസ്സ് മാറിയതുകൊണ്ടും നിസ്കരിച്ചതുകൊണ്ടൊന്നും ഉംറ ആവില്ല. നിയ്യത്ത് ചെയ്യുമ്പോഴേ ഉംറയിൽ പ്രവേശിക്കുള്ളൂ. അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നിയമങ്ങളൊക്കെ ബാധകമാവും. പിന്നെ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് മാറ്റി കുപ്പായിടാൻ പറ്റൂല, തൊപ്പിടാൻ പറ്റൂല, അതിൻ്റെ കുറേ നിയമങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതൊന്നും പിന്നെ നിയ്യത്ത് ചെയ്താൽ പറ്റൂല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നിയ്യത്തൊക്കെ ചെയ്തു ഒരുങ്ങിയതിന് ശേഷം ഫ്ലൈറ്റ് ക്യാൻസൽ ആണെങ്കിൽ നാളെ വരുള്ളൂ പറഞ്ഞാൽ ഒരു ദിവസം അങ്ങനെ കെട്ടിയേറും. അപ്പോൾ നിങ്ങൾക്കത് ഇവിടെ ബുദ്ധിമുട്ടാവും. മക്കത്ത് അങ്ങനെയൊക്കെ പറ്റും, പക്ഷേ ഇവിടെ ആളുകൾ വരും, കാളും അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലൊക്കെ ആകുമ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിയ്യത്ത്. അപ്പോൾ നിയ്യത്ത് നേരത്തെ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ 2-3 ദിവസത്തിന് ഫ്ലൈറ്റ് കിട്ടില്ല എന്ന് നോക്കാം. ഒരു ഫ്ലൈറ്റ് മിസ്സായാൽ പിറ്റത്തെ ഫ്ലൈറ്റിന് പോകാൻ പറ്റിക്കോളാം. ഞങ്ങൾ പിറ്റത്തെ ഫ്ലൈറ്റിന് ആളിവിടെ വേറെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കും വേറെ ഫ്ലൈറ്റ് അവിടുന്ന് വന്നിട്ടോ ഒക്കെ വേണ്ടി ചിലപ്പോൾ 2-3 ദിവസം ആയിന്ന് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് കരുതുന്നത്. അതൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. തോന ആളുകളോട് അഭിപ്രായം പറയാൻ ചർച്ച ചെയ്യാനൊന്നും പോകണ്ട. ഇതൊക്കെ ഉള്ള കുഴപ്പം എന്താ പറയുക, നിങ്ങൾ ഈ മുഷാവറ ചെയ്യും ഒപ്പമുള്ളവരോട്, ഇവർ അഭിപ്രായം പറയും, അതിൽ പെടും ചെയ്യും. ഞാനീ പറഞ്ഞ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചാൽ എന്നിട്ട് അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോളൂ. ഇത് ആരോടും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. ഇതൊക്കെ വളരെ ലളിതമായ കാര്യമല്ലേ. ഫ്ലൈറ്റ് കയറിയിട്ട് പിന്നെന്തേലും സംഭവിച്ചാൽ പിന്നെ നമുക്ക് നിർവാഹമില്ല. സാധാരണഗതിയിൽ ഫ്ലൈറ്റ് കയറി അങ്ങ് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏറെക്കുറെ ആണ്ട് എത്തലുള്ള സാധാരണ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ മനസ്സിൽ നിന്നാൽ മതി കേട്ടോ. ഇങ്ങനെ എല്ലാവരോടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പിന്നെ വെറുതെ അതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഏറ്റവും നല്ലത് നിയ്യത്ത് ചെയ്യാൻ നല്ലത് ഫ്ലൈറ്റിൽ കയറിയതിൻ്റെ ശേഷമാണ്. ബോഡി മാസൊക്കെ ഇട്ട് വിമാനത്തിൽ കയറി ഡോറൊക്കെ അടച്ചാൽ എന്തെങ്കിലും റാഹത്തായി. അപ്പം നിയ്യത്ത് ചെയ്യാം. നിയ്യത്ത് ചെയ്തത് മുതലേ നിങ്ങൾ ഉംറയിൽ പ്രവേശിക്കൂ. അതുവരെ നിങ്ങൾ ഉംറയിലില്ല. എന്താണ് നിയ്യത്ത്? ഉംറക്കാണ് നിയ്യത്ത്. ഞാൻ പറഞ്ഞല്ലോ, മറക്കണ്ട, ഉംറക്കാണ് നിയ്യത്ത്. നിയ്യത്ത് ചെയ്യേണ്ടത് നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല എന്നാണ്. അത് അങ്ങനെ തന്നെ പറയാൻ കഴിയുമെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ മലയാളത്തിലും നിങ്ങൾക്ക് പറയാം. അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതി, അതിനു വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്യുന്നു. ഇത് തൊള്ളോണ്ട് പറയുമ്പോൾ കൽബിൽ ഉണ്ടാവുമല്ലോ. ഇത്രേ അത് സംഭവമുള്ളൂ. വളരെ ലളിതമായിട്ട് ചെയ്യാം. നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല, അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതി, അതിനു വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്യുന്നു. അതിങ്ങോട്ട് പറയലും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന തൽബിയത്ത് കുറച്ച് സമയമാണ്ട് ചെല്ലുക. എന്നാൽ പിന്നെ നിങ്ങൾ ആ ഉംറയിലാണ്ട് ശരിക്കാണ്ട് പ്രവേശിക്കും. പിന്നെ നിങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിനൊന്നും വിരോധമല്ല. ഒഴിവുള്ള സമയത്തൊക്കെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. പെരുന്നാളിൻ്റെ തക്ബീർ പോലെയാണ്, അത് നിൽക്കൂല, എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാം.
സദാസമയത്തും കഴിയുന്നത്ര അത്യാവശ്യ വിഷയങ്ങൾ സംസാരിക്കാതിരിക്കാൻ പറ്റൂല. അതൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള സമയം മുഴുവനും പരമാവധി തെൽബിയത്താണ് അവിടുത്തെ ദിക്കറ്. മറ്റേത് ദിക്കറിനേക്കാളും പുണ്യം തെൽബിയത്തെ ഇല്ലെന്നതിനാണ് തെൽബിയത്ത്. പക്ഷേ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഹനത്തിൽ കയറുന്നത് ചൊല്ലണം. ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ ചൊല്ലണം. ഇതൊക്കെ ചെല്ലൽ സുന്നത്താണ്. അത് മറ്റു വാഹനങ്ങളിൽ കയറുന്ന അതേ നിയമം ഫ്ലൈറ്റിനും ബാധകമാണ്. ഫ്ലൈറ്റ് സ്റ്റഡി ആയി കഴിഞ്ഞാൽ ആകാശത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മീഖാത്തുണ്ടല്ലോ, ഇഹ്റാം ചെയ്യാതാണ് കടക്കാൻ പാടില്ല കാരണം അതിർത്തി, അത് കടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈറ്റിൽ കയറി ഉടനെ തന്നെ നിയ്യത്ത് ചെയ്യണം. അതാണ്ട് എത്തിയിട്ട് ചെയ്യാം, ജിദ്ദയിലെത്തിയിട്ട് ചെയ്യാമെന്ന് വെക്കരുത്. കാരണം ജിദ്ദയിലെത്തിയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോഴേക്ക് മീഖാത്ത് കടന്നു പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇഹ്റാം നിയ്യത്ത് ചെയ്യാത്തവരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അതിർത്തി കടന്നുപോയവരാവും, കുറ്റക്കാരാവുകയും ചെയ്യും, പ്രായശ്ചിത്തം കൊടുക്കുകയും വേണ്ടി വരും. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫ്ലൈറ്റ് കുറച്ചാണ്ട് പോയാൽ ഏതാണ്ട് 2-3 മണിക്കൂർ ഓടുമ്പോൾ തന്നെ നമ്മൾ അതിർത്തി കടക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്ലൈറ്റിൽ കയറി ഉടനെ തന്നെ നിയ്യത്ത് ചെയ്യണം. ഇവിടുന്ന് നിയ്യത്ത് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഹജ്ജ് ഹൗസിൽ നിന്ന് തന്നെ നിയ്യത്ത് ചെയ്തിട്ട് കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷേ നിങ്ങളുടെ ഒരു ചെറിയ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ ഉംറയുടെ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സംഗതി നിയ്യത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഉംറയെ സംബന്ധിച്ചിടത്തോളം 3 സംഗതിയെ ബാക്കിയുള്ളൂ. മക്കത്ത് ചെന്ന് തവാഫ് ചെയ്യുക, അതിൻ്റെ കൂടെ സഅയ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ ഉടനെ മുടിയെടുക്കുക. ഈ 3 സംഗതി കഴിഞ്ഞാൽ ഉംറ കഴിഞ്ഞു. മുടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ സലാം വിട്ടുന്ന മാതിരിയാണ്. സലാം വിട്ട് കഴിഞ്ഞല്ലോ എന്നതുപോലെ ഇപ്പം നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്ന മാതിരി നിങ്ങൾ ഇവിടുന്ന് നിയ്യത്തും ചെയ്തു, അവിടെ ചെന്ന് തവാഫും സഅയും ചെയ്തതിന് ശേഷം സലാം വീട്ടുന്നത് പോലെ മുടി മുറിക്കുകയും ചെയ്തു. ആ അമൽ കഴിഞ്ഞു, നിങ്ങൾക്കൊരു ഉംറ കിട്ടും. ഇതാണ് അതിൻ്റെ നിർബന്ധമായ സംഗതി. ഇനി അതിൻ്റെ അനുബന്ധമായ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ ചെല്ലുന്നു, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കയ്യിലുണ്ടാവും. നിങ്ങൾ ആകെപ്പാട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അതാണ്. ഇവിടുന്ന് എയർപോർട്ടിൽ തന്നെ നിങ്ങളുടെ റെക്കോർഡുകൾ, പാസ്പോർട്ട്, DD, പിന്നെ മെഡിക്കൽ കാർഡ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാവില്ലേ, കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് വളരെ ശ്രദ്ധിക്കണം. പുരുഷന്മാർ അവരുടെ കയ്യിൽ ഒന്നുകിൽ ഒരു ചെറിയ ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ ഒരു കീശ എന്തെങ്കിലും വേണം. കാരണം എന്തുകൊണ്ട് അവർക്ക് വേറെ കുപ്പായോ പാൻറ്റോ കീശയോ ഒന്നും ഉണ്ടാവില്ല. ഈ സാധനങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഡോക്യുമെൻ്റ് വളരെ ശ്രദ്ധിച്ച് കയ്യിൽ വെക്കണം. പെണ്ണുങ്ങൾ പിന്നെ അവർക്ക് പർദ്ദ ആയതുകൊണ്ട് പർദ്ദക്ക് വലിയൊരു കീശാണ് ഉണ്ടാക്കിയാൽ മതി. അത് ഹജ്ജിനുള്ള പർദ്ദക്കൊരു കീശ അടുപ്പിച്ചാൽ സുഖമായിട്ട് അതിലിട്ട് വെക്കുക, ഒന്നും പോലെ. പെണ്ണുങ്ങളെ കയ്യിൽ നിന്നാണ് ഏറ്റവും അധികം ഇത് മറക്കൽ, വയസ്സന്മാരെ കയ്യിൽ നിന്ന്. മൂത്രം ഒഴിക്കാൻ പോയി കാണ്ട് അവിടെ വെക്കും അത് എയർപോർട്ട് പോയിട്ട്. എന്നിട്ട് ഫ്ലൈറ്റ് പോകും. ഫ്ലൈറ്റ് പോയി ഇരുന്ന് വാതിലൊക്കെ അടച്ചതിൻ്റെ ശേഷം എൻ്റെ അത് കാണാൻ തപ്പിയിട്ട് കാണാനില്ല, പാസ്പോർട്ട് എവിടെയെന്ന് അപ്പം തരും, ബേജാറാവും. പിന്നെ അതിൻ്റെ നൂലാമാല പിന്നെ പറയണ്ടല്ലോ, ഫ്ലൈറ്റ് വാതിലടച്ചാൽ പിന്നെ തുറന്നു കിട്ടാനുള്ള ഇടങ്ങേറ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ബാത്റൂമിൽ പോയാൽ അവിടെ വെച്ച് മറന്നു പോരരുത്. എപ്പോഴും ഒന്നുകിൽ ഒരു ഹാൻഡ് ബാഗ് തോളിലിടുക, അതിലിടുക. എന്നാൽ പിന്നെ മൂത്രം വയ്ക്കുമ്പോൾ ഹാൻഡ് ബാഗ് എടുത്തു വെക്കാൻ ഞാൻ മതി, തോളിൽ തന്നെ എന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ പോക്കറ്റിൽ അവിടുന്ന് എടുക്കാതിരിക്കുക. റെക്കോർഡ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. വയസ്സന്മാരുണ്ടെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകൾ നന്നായിട്ട് അവരുടെ ഡോക്യുമെൻറ്റ്സാണ് ശ്രദ്ധിക്കേണ്ടത്. വേറെ എന്ത് നിങ്ങൾക്ക് ലഗേജ് നഷ്ടപ്പെട്ട ഒന്നുമില്ല, അവിടെ പോയിട്ട് വാങ്ങിയാൽ മതി. പക്ഷേ റെക്കോർഡ് നഷ്ടപ്പെട്ടാണ് പോകാൻ പറ്റൂല. ഏറ്റവും പ്രധാനം ലഗേജിനേക്കാൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെക്കോർഡ്സാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇഹ്റാം ചെയ്തവരാണ്. ഇഹ്റാം ചെയ്ത ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്, പുരുഷന്മാർ ഒരു കാരണവശാലും തല മറക്കരുത് ഇഹ്റാം ചെയ്താൽ. പക്ഷേ നിങ്ങൾക്ക് തല മറക്കാതിരിക്കാൻ കഴിയില്ല. ഇഹ്റാമൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി എന്ത് ചെയ്യും, പിന്നെ മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ കാണാം മുണ്ട് തലി കിട്ടിയാണ് പോകുന്നത്. കാരണം ഇവിടുന്നേ ശീലിച്ചതാണ് ബാത്റൂമിൽ പോകുമ്പോൾ മുണ്ട് തലി കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത് തലി കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അഥവാ അങ്ങനെ ആരെങ്കിലും മറന്ന് ചെയ്താൽ വേഗം എടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എപ്പോഴാണ് ഓർമ്മ വരുമ്പോൾ അപ്പോൾ എടുക്കണം. അല്ലെങ്കിൽ വേറെ ആരെയും കണ്ടാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക, നിങ്ങൾ ഇഹ്റാം ചെയ്താലേ തല മറക്കല്ലേ എന്ന് പറയാം. അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുക, തല മറക്കരുത് പുരുഷന്മാർ. സ്ത്രീകൾ മുഖവും മുൻകൈയും മറക്കരുത്, ബാക്കിയൊക്കെ അവർ മറക്കണം. അങ്ങനെയാണ് അവരുടെ രീതി. പിന്നെ ശരീരത്തിൽ നിന്ന് ആണായാലും പെണ്ണായാലും ഒരു രോമവും പറിക്കുകയോ നീക്കുകയോ ഒന്നും ചെയ്യരുത്. ചില ആളുകൾക്ക് ഇങ്ങനെ വെറുതെ താടി ഇങ്ങനെ പറിച്ചു കൊണ്ടിരിക്കുക, മീശ പറിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മുടി പറിച്ചു കൊണ്ടിരിക്കുക, അങ്ങനെ സ്വഭാവമുണ്ട്. പെണ്ണുങ്ങൾക്കാണെച്ചെങ്കിൽ എവിടെ ഒന്ന് ആശ്വാസത്തിൽ കസാലിയിൽ ഇരുന്നാൽ അപ്പോൾ മുടിയൊന്ന് ഇങ്ങനെ കോതാഞ്ഞാലുകൾക്ക് വലിയ പൊറുതേടാണ്. അത് അവരുടെ ഒരു നേച്ചറാണ് അല്ലേ. അപ്പോൾ എൻ്റെ ഇവിടെ കടിക്കണമെന്ന് തോന്നും, അപ്പോൾ ഇങ്ങനെ മുടി ശരിയാക്കുക. അത് ചെയ്യരുത്. തൽക്കാലം ഇഹ്റാം ഉംറയൊക്കെ കഴിഞ്ഞ് മുടി വെട്ടുന്നത് വരെ അതിന്മേൽ തൊടണ്ടാന്ന് തീരുമാനിക്കുക, മുടിമേൽ.
അപ്പോൾ ഒരു ഒറ്റ മുടിയും ശരീരത്തിൽ നിന്ന് നമ്മളെ പ്രവർത്തി കൊണ്ട് പോകാതിരിക്കുക. അല്ലാത്ത നിലക്ക് ഇപ്പോൾ കൊഴിയുന്ന ആളുകളുണ്ടാവും, അത് പിന്നെ നിർവാഹമല്ല, നമ്മളെ പ്രവൃത്തി കൊണ്ട് ചെയ്യരുത്.